അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് കാര്യവും ചോദിക്കാം. ചോദിക്കുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണെന്നേ ഉള്ളൂ. സൃഷ്ടാവ് എന്ന നിലക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അതൊരു സൃഷ്ടിയോടും ചോദിക്കാൻ പറ്റില്ല. അത് ജീവിച്ചിരിക്കുന്നവരോടും ചോദിച്ചുകൂടാ, ഡോക്ടറോടും ചോദിച്ചുകൂടാ, എഞ്ചിനീയറോടും ചോദിച്ചുകൂടാ, വക്കീലിനോടും ചോദിച്ചുകൂടാ, ജഡ്ജിയോടും ചോദിച്ചുകൂടാ, രാജാവിനോടും ചോദിച്ചുകൂടാ. അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അത് സൃഷ്ടാവ് എന്ന നിലക്കുള്ള ചോദ്യമാണ്. അത് സൃഷ്ടാവായ റബ്ബിനോടല്ലാതെ ചോദിച്ചുകൂടാ. സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അള്ള തരാനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിലാണ്. അത് ഏത് കാര്യവും ചോദിക്കുന്നത് വിരോധവും ഇല്ല. അള്ള വിരോധിച്ചവരോട് ചോദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാത്ത മൗലൈമാർ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കീകളാക്കി ചിത്രീകരിക്കാൻ ഒരു വാദമുണ്ടാക്കിയതാണ്. ഭൗതികമായ കാര്യത്തിലുള്ള സഹായം അത് സൃഷ്ടികളിൽ നിന്ന് കിട്ടും, അഭൗതികമായ നിലക്കുള്ള സഹായം അത് അള്ള മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊരു വാദം. അത് മൗലൈമാര് പഠിച്ചുണ്ടാക്കിയ വാദമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അഭൗതികമായ നിലയ്ക്ക് വെള്ളം കൊടുക്കാൻ അനുയായികൾ ആവശ്യപ്പെട്ടപ്പോ അതാ വടി കൊണ്ട് പാറക്കല്ലിനടിച്ചിട്ട് മൂസാ നബി വെള്ളം കൊടുക്കുന്നു. ഖുർആനിൽ അല്ലാഹ് പറയുന്നു അത് ഭൗതികം അല്ല, അത് അഭൗതികമായ സഹായമാണ് കേട്ടോ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വന്ന് വെള്ളത്തിന് ആവശ്യപ്പെട്ടത് ബുഖാരിയിൽ പല സ്ഥലത്തുമുണ്ട്. അവിടുത്തെ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തു. കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുക്കൽ ഭൗതികം അല്ല, അത് അഭൗതികമാണ് കേട്ടോ. അപ്പൊ അഭൗതികമായ സഹായം അമ്പിയാക്കളിൽ നിന്ന് കിട്ടും, ഔലിയാക്കളിൽ നിന്ന് കിട്ടും. അതാ ഖജാദുഹിദ്ദീനും തകൽ മുരീദുമായി കപ്പലിൽ കേറിയിട്ട് ഓടിയതെന്നവർ തണ്ണീറോടുങ്ങുമ്പൽ കുറിയാലോകരിൽ തണ്ണീർ കബീറോട് തെടുവീരെന്നവർ അപ്പോഴവരെല്ലാം തെടി കബീറോട് ഉപ്പ് നീരിനൽ തണ്ണീരാക്കി കൊടുത്തവർ. ശിഷ്യന്മാരും കപ്പലിലൂടെ അങ്ങനെ പോകുന്നു. അപ്പോൾ വെള്ളം തീർന്നുപോയി. ശിഷ്യന്മാര് പോയിട്ട് മുഹീദ്ദീൻ ശിഖറകളെ ഞങ്ങൾക്ക് വെള്ളം വേണോ? മുഹീദ്ദീൻ ശിഖർ എങ്ങനെ വെള്ളം കൊടുക്കാൻ? അവരെ പോലെ തന്നെയല്ലേ മൂപ്പരും. മൂപ്പരെന്താ ഇവിടെ എങ്ങനെ വെള്ളം കൊടുക്കാനാണ്? പക്ഷെ അവരെ പോലെ അല്ല, കറാമത്ത് ലഭിക്കുന്ന മഹാനാണ്. അത് അഭൗതികമാണ് കറാമത്തും മുഅ്ജിസത്തും. ആ കറാമത്ത് മുഖേന വെള്ളം കൊടുക്കാനാ ആവശ്യപ്പെട്ടത്. അപ്പോഴാ ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് തണ്ണീർക്ക് ബീറോടി തെടുവീനെന്നവർ. നിങ്ങൾ വെള്ളം എന്നോട് തേടേണ്ടിയില്ല, എന്റെ ശിഷ്യനുണ്ട്, അയാളോട് തേടിയാ മതി. അതാരാണ്? അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു. കാന്തപുര ഉസ്താദിന്റെ അടുത്ത് പോയി, അല്ലെ എം എ ഉസ്താദിന്റെ അടുത്ത് പോയി മുജാഹിദിന് ഒരു മറുപടി പറയണം. ഉസ്താദ് അതിന് എന്റെ ശിഷ്യന്മാരെത്തുന്നുണ്ടോ, പേരോടിനെ വിളിച്ചടാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാരീനെ വിളിച്ചോ, സഖാഫിനെ വിളിച്ചോ എന്ന് പറയുന്നത് മാതിരി പറഞ്ഞതാണ്. കബീറിനോട് പറഞ്ഞോ. അപ്പോഴാവേരെല്ലാം തെടിക്ക് ബീറോട് ഉപ്പ് നീരിനൽ തണ്ണീരാക്കി കൊടുത്തവർ. കടലിൽ നിന്ന് ഉപ്പ് വെള്ളമെങ്ങി മുക്കിയിട്ട് ബഹുമാനപ്പെട്ടവരങ്ങ് തിരിച്ചു കൊടുത്തപ്പോൾ അത് ശുദ്ധവെള്ളമാണ് കേട്ടോ. അഭൗതികമായ സഹായമാണ്. അത് മുഅ്ജിസത്ത് മുഖേന, കറാമത്ത് മുഖേന അമ്പിയാക്കൾ ഔലിയാക്കൾ ചെയ്യുന്നതാണ്. അത് ചോദിച്ചുകൂടാ എന്ന വാദം അത് മൗലൈമാരെ മതമാണ്. അതിന് ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല. എന്താ ഇപ്പൊ മൗലൈമാർക്ക് പറ്റാത്തത്? അപ്പൊ ഈ മഹാന്മാർക്ക് വലിയ ബഹുമാനം ഉണ്ടെന്ന് വന്നൂലേ? നമ്മളും അവരും ഒരുപോലല്ലേ? നിങ്ങളും അവരും ഒരുപോലല്ലേ? നല്ല കോളായി. കുയ്യാനയും ആനയും ഒരുപോലെ, കുയ്യാനയും ആനയും ഒരുപോലെ, അവരും നമ്മൾ ഒരുപോലല്ലേ? അവിടുന്ന് ഈ വാദം മുഴുവൻ വന്നത്. അപ്പൊ അതാണ് മുജാഹിദിന്റെ സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ തൗഹീദിന്റെ വിവക്ഷ പറയുന്ന സ്ഥലത്ത് എഴുതിയത് കാണാം. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ബുക്കിന്റെ മനുഷ്യ കഴിവിന് അതീതമായ വിധത്തിൽ രക്ഷാശിക്ഷകൾ ഏൽപ്പിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന. അപ്പൊ മനുഷ്യ കഴിവ് വെച്ചാൽ സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന സാധാരണ കഴിവ്, ആ നിലക്കുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഇവർ വാദിച്ചു. ശരിക്കും മനസ്സിലാക്കണം.
സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന സാധാരണ കഴിവ്. അതിനപ്പുറം ഒരു കഴിവ് ഒരു മഹാനുമില്ല, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് അവർ മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന ബുക്കിൽ പഠിപ്പിച്ചു. അതുപോലെ സക്കരിയ സലാഹി പ്രസംഗിക്കും എന്ത്, ജിന്നിനും മലക്കിനും ഒന്നും ഉത്തരം ചെയ്യാൻ കഴിയൂല എന്ന് സക്കരിയ സലാഹി. ഉത്തരം കിട്ടാത്തവരോട് മലക്കുകളെയും മുസൈറിനെയും ജിന്നുകളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നോട് പറയാണ് ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപഴച്ചവൻ വേറെ ആരുണ്ട്? ഇത് കേട്ട് ചില സാധുക്കൾ വിവരമില്ലാതെ മുജാഹിദായി. നല്ല രസായപ്പം പറയാൻ പോകുന്നു. ഇത് കേട്ടിട്ട് മുജാഹിദായി. കൂട്ടത്തിലൊരു മൊയ്ലിയാര് മുജാഹിദായി. ഫൈസൽ മുസ്ലിയാർ എന്നിട്ട് ഒരു വിവരമില്ലാത്ത മൊയ്ലിയാർ മുജാഹിദായി. ഇപ്പൊ മുജാഹിദിന്റെ സ്റ്റേജ് വെക്കണോ ഫൈസൽ മുസ്ലിയാർ മൂപ്പര് നെല്ലിക്കുത്ത് ഉസ്താദിനെ കെണ്ണിച്ച് പ്രസംഗിക്കുന്നതാ കേൾപ്പിക്കാൻ പോകുന്നു. എന്താ പറയുന്നറിയോ? നെല്ലിക്കുത്ത് ഉസ്താദിനോട് ചോദ്യം, മുഖാമുഖത്തിൽ ചോദ്യം. എന്താ ചോദ്യം? അഭൗതികമായ നിലക്കുള്ള സഹായം അല്ലാത്തവര് ചെയ്യൂല എന്നാണല്ലോ മുജാഹിദിന്റെ ആശയം. ജിന്നിന്റെ സഹായം ഉണ്ടാവില്ല, മലക്കിന്റെ സഹായം ഉണ്ടാവില്ല, ഒക്കെ അഭൗതികമാണല്ലോ, മനുഷ്യ കഴിവിനപ്പുറമാണല്ലോ. മനുഷ്യ കഴിവിനപ്പുറമുള്ള സഹായം അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ഞാൻ പുസ്തകത്തിൽ കാണിച്ചില്ലേ, മുജാഹിദിന്റെ പുസ്തകത്തിൽ. അപ്പൊ മലക്കിന്റെ സഹായം ഉണ്ടാവില്ല, ജിന്നിന്റെ സഹായം ഉണ്ടാവില്ല എന്ന് ഇടമുട്ടൻ സംവാദത്തിന് വരെ സക്കരിയ സലാഹി വരെ പ്രസംഗിച്ചു കഴിഞ്ഞതാ. അവരെ ബുക്കിൽ മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ ബുക്കിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതുമാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഈ ആശയം ഇപ്പൊ ഇവിടെ 82 അച്ചടിച്ചാണ് ഫെബ്രുവരി മാസം. എന്നാൽ സഹോദരന്മാരെ, ഈ ബുക്ക് വായിച്ചിട്ട് കുറെ ആൾ മുജാഹിദായി. മൗലവിമാരെ പ്രസംഗം കേട്ട് മുജാഹിദായി. കൂട്ടത്തിലൊരു മൊയ്ലിയാർ മുജാഹിദായി. അതാണ് ഫൈസൽ മുസ്ലിയാർ. ഈ ഫൈസൽ മുസ്ലിയാർ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുകയാണ് സുന്നിയക്കെതിരെ. അയാൾ ക്ലിപ്പ് വെക്കുകയാണ്, ഞാനും വെക്കും പോലെ. എന്താ വെക്കുന്നത്? നെല്ലിക്കുത്ത് ഉസ്താദിന്റെ പ്രസംഗം, ചോദ്യത്തിന്റെ മറുപടി. നെല്ലിക്കുത്ത് ഉസ്താദ് എന്താ പറയുന്നത്? അഭൗതികമായ സഹായം അള്ള മാത്രമല്ല ചെയ്യുക, സൃഷ്ടികളും ചെയ്യും. അതിനൊരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാന്റെ പുറമെ, അള്ളാഹ് കൊടുക്കുന്ന കൈകൊണ്ട് തന്നെ അള്ളാന്റെ പുറമെ മലക്കുകളും സഹായികളാണെന്ന് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ് എന്ന് ഉസ്താദ് മറുപടി വരെയാണ് ആയത്ത് ഓതിയിട്ട്. അതിന് മൗലവിക്ക് മുസ്ലിയാർ തന്നെ മൗലവിക്ക് മറുപടി ഒന്നും ഇല്ലട്ടോ, ആയത്തിന് മറുപടി ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ മൂപ്പര് പറയാ, കണ്ടാ നെല്ലിക്കുത്ത് മുസ്ലിയാർ പറഞ്ഞ കണ്ടോ, അഭൗതികമായ സഹായം ചെയ്യൂന്നാ പറയും, അഭൗതികമായ നിനക്ക് സഹായിക്കാൻ കഴിയൂന്നാ പറയും എന്ന് ഈ മൗലവിയായ മുസ്ലിയാർ അല്ലെ മുസ്ലിയാരായ മൗലവി പ്രസംഗിക്കുന്ന ആദ്യം ഞാൻ കേൾപ്പിച്ചു തരാം. എന്നിട്ട് ആ മൗലവി കുടുക്കാൻ ഞാൻ പിന്നെ കേൾപ്പിക്കാൻ പോകുന്നത്. ആദ്യം ഒന്ന് കേൾപ്പിച്ചു മോനെ. ഫൈസൽ മുസ്ലിയാർ എന്ന് പറയട്ടെ. എന്താണ് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ഏതും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് വരെ അവിടുന്ന് മുജാഹിദ് ചോദ്യത്തിന് ഫത്വയായി കൊടുത്തത് നിങ്ങൾ ആദ്യം കാണുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ കണ്ടങ്ങള്, അഭൗതികമായ സഹായങ്ങൾ പോലും അല്ലാഹുവല്ലാത്ത ആളുകൾ ചെയ്യും. അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? നേക്കിനേലുള്ള ആ നേക്കിനേൽ ചെയ്യുന്ന സഹായമല്ലാത്തത് അത് മലക്കുകൾ ചെയ്യുന്ന ഉസ്താദ് പറഞ്ഞു. അതിനെ മൂപ്പര് ഗണ്ണിക്കാൻ. നേർക്കേരല്ലാത്തത് നമ്മൾ കാണുന്നില്ലല്ലോ. അങ്ങനത്തെ സഹായം അല്ലല്ലാത്തവർ ചെയ്യൂന്ന് പറഞ്ഞാലും ആയത്തോതിയിട്ട് പറഞ്ഞാലും എന്നാ മൂപ്പരെ കംപ്ലൈന്റ്. എന്നാൽ ഇപ്പം മൗലവിമാർ എവിടെ എത്തി ഞങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്നാൽ ഇത് പറഞ്ഞപ്പോ ഇത് ഈ ഫൈസൽ മുസ്ലിയാർ എന്ന് പറഞ്ഞ മുജാഹിദേ ഇത് പറയുന്നത് മൗലവി ഗ്രൂപ്പാണേ. അപ്പൊ ഇത് എടുത്തിട്ട് നമ്മുടെ മടവൂർ ഗ്രൂപ്പിന്റെ ലത്തീഫ് മൗലവി കരിമ്പിലാക്കാൻ അയാൾ എടുത്ത് ഉദ്ധരിക്കുന്നതും കൂടി ഒന്ന് കേട്ടോളി എന്ന് വെച്ചോട്ടെ.
നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് അഭൗതികമായ സഹായങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള പല മാർഗങ്ങളും ഇവിടെ സമർത്ഥിക്കുകയാണ്. എന്നാൽ അത് ശരിയല്ല എന്നാണ് അവരോട് മറുപടി പറയുമ്പോൾ നമ്മളെ ഫൈസൽ മുസ്ലിയാർ സംസാരിക്കുന്നത്. ഫൈസൽ മുസ്ലിയാരാണോ അല്ല എന്നുള്ളത് വേറെ പറയണം, അത് മൂലമാര് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ അതേ നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സക്കരിയ സലാഹി, അതേ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സക്കരിയ സലാഹി പറയുന്നത് എന്ന് മടവൂർ മുജാഹിദ് പറയാൻ. ഇനി സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളി നിങ്ങൾ എന്നാ കേട്ടോളെ. 17 മലക്കുകൾ സഹായിക്കുന്നുള്ളതിന് ആയത്ത് തെളിവുദ്ധരിക്കുന്ന സക്കരിയ സലാഹി നേരത്തെ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത് സക്കരിയനെ കൊണ്ട് ഏത്തടിക്കാണ് എന്ന് വെച്ചോട്ടവനെ. അപ്പൊ ജിന്നുള്ള ഉപദ്രവം, മറ്റു മനുഷ്യരുടെ ഉപദ്രവം, ഇഴജന്തുക്കളുടെ ഉപദ്രവം, ഇതൊക്കെ തടുക്കാൻ ഓരോ മനുഷ്യന്റെ കൂടെയും ഓരോ മലക്കിനെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏർപ്പെടുത്താത്തൊരു മനുഷ്യനുമില്ല. അപ്പൊ ഈ മലക്കിന്റെ സഹായം നിത്യേന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിച്ചാൽ ശിർക്കായി എന്നാണ് ഈ സുല്ലമി പറയുന്നത്. എന്താ അപ്പൊ ഇയാളെ കഥ? ഇത് മാത്രം, ഇത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടോളൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ ഇങ്ങനെയും റിവായത്ത് വന്നിരിക്കുന്നു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അടിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ വല്ല മതിലും വീഴുകയോ, അവൻ കിണറ്റിൽ വീഴുകയോ, അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ, അവൻ മുങ്ങിപ്പോവുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അവന്റെയും വിധിയുടെയും ഇടയിൽ അവർ ഒഴിവാക്കി കൊടുക്കും. അഥവാ അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു മാറി നിൽക്കും. കണ്ടോ? ഇതൊക്കെ അലി റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അള്ളാഹ് ശിർക്ക് പ്രചരിപ്പിച്ചു, അമാനി വഴി ശിർക്ക് പ്രചരിപ്പിച്ചു, ഈ പറഞ്ഞ സഹാബികളും താബികളൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചു. അള്ളാഹ് ശിർക്ക് പ്രചരിപ്പിച്ചു ഞങ്ങൾ പറയുന്നത് മൂപ്പർ ചോദിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്തായി? ഇപ്പം മടവൂരും മുജാഹിദും മറ്റേ മുജാഹിദ് തമ്മിൽ മുട്ടിയപ്പോ ഇസ്മായിൽ ഉസ്താദിന്റെ തെളിവ് സക്കരിയ സലാഹി ഇപ്പം പറയുന്നത് മലക്കുകൾ സഹായിക്കും. ഇനി ഒന്നുകൂടി കേട്ടോളി. മലക്കുകളെ കാവല് കിട്ടും, മലക്കുകൾ സഹായിക്കുന്ന വിശ്വസിച്ച ശിർക്കാണെന്ന് ശബാബില് മടവൂർ മുജാഹിദികൾ പറഞ്ഞത് ഖുർആനെതിരാണ് ഇപ്പൊ സക്കരിയ സലാഹി പ്രസംഗിക്കുന്നത്. എന്നാൽ അതേ സക്കരിയാന്റെ സംവാദവും പ്രസംഗവും കേട്ടിട്ട് നമ്മളെ ഫൈസൽ മുസ്ലിയാർ പെടുകയും ചെയ്തു. ഫൈസൽ മുസ്ലിയാർ നെല്ലിക്കുത്ത് ഉസ്താദിനെ വിമർശിച്ച് പെട്ട് ഇപ്പൊ കുടുങ്ങിക്കെടുക്കാണ് ഫൈസൽ. അതിലെന്താ പറയോ? ഈ അഭൗതികമായ സഹായം, അഭൗതികമായ കഴിവ് അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. നിങ്ങൾ ആലോചിക്കണേ, മുജാഹിദ് സെന്ററിന് പുസ്തകിച്ച ബുക്കിലെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായിക്കാൻ അള്ളാഹ്ക്കേ കഴിവുള്ളൂ എന്നും അഭൗതികമായ നിലക്കുള്ള സഹായം ചെയ്യും മലക്കുകളെന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പ്രസംഗിച്ചപ്പോ അതിനെ മറ്റേ ഫൈസൽ മുസ്ലിയാർ ചോദ്യം ചെയ്തൊക്കെ ഞാൻ കേൾപ്പിച്ചില്ലേ. ഇപ്പൊ സക്കരിയ സലാഹി പറയുന്നത് അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. അഭൗതികമായ സഹായം അള്ളാഹ് മാത്രമേ ചെയ്യുള്ളൂ, അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. മുജാഹിദിനില്ല എന്ന് മാത്രമല്ല, മൗലവി പറയാണ് മടവൂര് മുജാഹിദിന്റെ വർഗത്തിൽപ്പെട്ടതാണ് കോയക്കുട്ടി ഫാറൂഖി. അയാള് തന്നെ നിങ്ങളാ ശബാബിൽ തന്നെ എഴുതിയിട്ടുണ്ട് മുജാഹിദിന് അങ്ങനെ വാദമില്ല, അതുകൊണ്ട് നമ്മൾ തമ്മിൽ മുത്തഫഖുൻ അലൈഹിയാണ്, രണ്ട് മുജാഹിദിനും അങ്ങനെ വാദമില്ല എന്നാണ് സക്കരിയ പ്രസംഗിക്കുന്നത്. അപ്പം സക്കരിയ പറയാണ് സുല്ലമീൻ ആകത്തർച്ച ഞാൻ എടുക്കും. ഒന്ന് കേട്ടോളി. നിങ്ങളെ സാക്ഷാൽ കോയക്കുട്ടി ഫാറൂഖി അദ്ദേഹം എഴുതുകയാണ്, ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സുല്ലമീ ആത്തർച്ചി ഞങ്ങൾ കലക്കും, വൈദ്യച്ചോളി. സുല്ലമീ ആത്തർച്ചി ഞങ്ങൾ കലക്കും, വൈദ്യച്ചോളി. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ജിന്നുകളുടെയോ മലക്കുകളുടെയോ പ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകൾ അംഗീകരിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുജാഹിദുകൾക്കും വാദമില്ല. ഇയാളെന്താ പറഞ്ഞത്? മലക്കുകൾ സഹായിക്കും, ജിന്നുകൾ സഹായിക്കും എന്ന് വിചാരിച്ചാൽ ശിർക്കായി. കേട്ടോ? എല്ലാം പൊളിഞ്ഞി, എല്ലാം പൊളിച്ച്. ഇപ്പൊ പറഞ്ഞതാണ് മലക്കുകളും ജിന്നുകളും സഹായിച്ചാൽ ശിർക്കാവുന്നുള്ള സുല്ലമീന്റെ വാദാണ്. മുജാഹിദിയൊക്കെ അങ്ങനെ ഒരു വാദം തന്നില്ല. സുല്ലമീ ആ തർജ്ജി നമ്മള് കലക്കും, നിങ്ങളെ സുജാരിയൊക്കെ അങ്ങനെ വാദം തന്നെ ഇല്ല. അഭൗതികമായ സഹായം അള്ളാഹ് മാത്രമേ ചെയ്തു, അങ്ങനെ വാദം തന്നെ ഇല്ല. പിന്നെ എന്തിനേലും മഞ്ചേശ്വരത്ത് എന്നോട് ചോദ്യം ചോദിച്ച്
എന്നോട് ചോദിച്ചില്ലേ എല്ലാ കാര്യവും ചോദിക്കാന്ന് ചോദിച്ചില്ലേ? എന്തിനു ചോദിച്ചേ? ഖുർആനിലും ഹദീസിലും തെളിവില്ലാത്ത വാദം കൊണ്ട് തുടങ്ങിയതാ സുന്നികളെ മുശ്രിക്കാക്കാനേ. ഇപ്പൊ മൗലവിമാർക്ക് ഇത് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എത്തുന്നില്ല. അവസാനം പിന്നെ പോയി എത്തിയതായിരുന്നു മുജാഹിദിയക്കാരെ വാദം തരില്ല. ഏറ്റു സുലമി ആത്തർച്ചി നമ്മൾ കലക്കൂ. ഇനി ഇത് കേൾക്കണോ? ഇവർക്ക് എന്ത് മതം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം, ആ ജാറത്തോടല്ലേ വെറുപ്പ്? കാരണം നബിയോടല്ലേ വെറുപ്പ്? സുബ്ഹാനല്ലാഹ്, ഞാൻ അയാളെ കദ്ദാബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കംപ്ലൈന്റ്. ഞാൻ സിദ്ദീഖ് എന്നാ പറയണ്ടത്. ഇല്ല കള്ളത്തരം തോള്ള തുറന്നോ കളവേ പറയും മൗലവി. ആ മൗലവി പാറക്കടവെന്ന് പ്രസംഗിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തെ കുറിച്ച്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ, അത് കള്ളജാറമാണ്. എന്തിനെ സംബന്ധിച്ച്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന വീട്. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ താമസിക്കുന്ന വീട്ടിനെ കുറിച്ച് കള്ള വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കൂലേ? മുജാഹിദിന്റെ ഓഫീസിനെ മഞ്ച കള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ അവന് ദേഷ്യം പിടിക്കൂലേ? മൗലവിന്റെ വീട്ടിനെ കുറിച്ച്, ഓഫീസിനെ കുറിച്ച് കള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ മൗലവിക്ക് ദേഷ്യം പിടിക്കൂലേ? എന്നാൽ ലോകത്തിന്റെ മുഴുവനും നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ആ വലിയ ജാറമുണ്ടല്ലോ, വലിയ പച്ചത്തുമ്പയുള്ള ജാറും മിനാരമുള്ള ജാറും, മദീനത്തെ പള്ളിയുടെ ഒരു ചുമരാ ജാറത്തിന്റെ ചുമരല്ലേ, അതിന്റെ മേലെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്ന പദ്യം സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടുള്ളത്. ആ ജാറത്തിങ്കിലേക്കല്ലേ ലോക മുസ്ലിമീങ്ങളൊക്കെയും ലക്ഷങ്ങൾ പോകുന്നത്. ആ ജാറത്തെ കുറിച്ച് മൗലവിയുടെ ഭാഷ അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പാറക്കടവിൽ വന്ന് മൗലവി പ്രസംഗിച്ചു. ഞാൻ നാദാവൃത്ത് വെച്ച് അത് കഴിഞ്ഞ മുമ്പത്തെ പ്രസംഗത്തിൽ കേൾപ്പിച്ചു. ശേഷം ഞാൻ മൗലവിയുടെ നാട്ടിൽ പോയിട്ട് കട്ടുപ്പാറയെന്ന് പ്രസംഗിച്ചു. അവിടെ ഞാനത് അയാളെ നാട്ടുകാർക്ക് കേൾപ്പിച്ചു. അത് കേൾപ്പിച്ചുകൊണ്ട് ഞാനൊരു പ്രസംഗം നടത്തി. അത് മൂപ്പരിക്ക് വല്ലാതെ വിഷമായി. കാരണം നാട്ടിൽ പോയിക്കൂടാ. കാരണം മൂപ്പരെ കണ്ടാല് ഈ സെലഫിനോട് നാട്ടുകാർക്ക് ചെയ്യും, റസൂലുള്ളാഹിന്റെ ജാറത്തിനെ പറ്റി കള്ളജാറം തന്നെ മൗലവിയില്ല, നിങ്ങൾ കള്ളജാറം തന്നെ മൗലവിയില്ല നിങ്ങൾ എന്നിങ്ങനെ ചോദിക്കാതെ പലരും സംസാരിക്കുന്നല്ലോ, പലരും ആശയത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നല്ലോ, പലരും സംസാരിക്കുന്നല്ലോ, പലരും ആശയത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നല്ലോ. അയാളെ നാട്ടിൽ നിന്ന് പ്രസംഗിക്കുമ്പോ ഞാൻ ഇയാള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറത്തെ സംബന്ധിച്ച് കള്ളജാറോ എന്ന് പറഞ്ഞത് ശരിക്കങ്ങ് കേൾപ്പിച്ചു കൊടുത്തു. അത് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞു പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞ വാക്ക് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹം കൊണ്ട് കരഞ്ഞുപോയി. അല്ലാതെ എനിക്കിത് കരഞ്ഞുപോയി. അതിന് മൂപ്പര് അത് പേരോടിന്റെ അഭിനയാണ് എന്നാ. എന്തോ ആട്ടെ, നമുക്ക് മഹ്ശർ എന്ന് പറയാം. അപ്പോ ഇത് പറഞ്ഞിട്ട് ഞാൻ പ്രസംഗിച്ചപ്പോ മൗലവി നാദാപുരത്തുനിന്ന് പറയുന്ന കള്ളത്തരം എന്താണെന്നറിയോ? കള്ളത്തരം, ഞാൻ ജാറത്തിനെ പറ്റിയല്ല പറഞ്ഞത്, ജാറത്തിന്റെ ഫോട്ടോത്തിനെ പറ്റിയാണ്. കള്ള ഫോട്ടോ എന്നാ പറഞ്ഞത്, കള്ള ജാറോ എന്നല്ല. മൂപ്പര് വീടെടുത്തൊന്നുമില്ലാടേ, കാരണം നാട്ടിൽ പോയിക്കൂടാ. എന്നിട്ട് കള്ള ജാറോ എന്നല്ല ഫോട്ടോ എന്നാ പറഞ്ഞത്. നിങ്ങളൊന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഞാൻ അയാളെ നാട്ടിൽ നിന്ന് പ്രസംഗിച്ച് ഇപ്പൊ ഞാൻ കേൾപ്പിക്കും. എന്നിട്ട് അയാൾ നാദാപുരത്ത് വന്നിട്ട് അതിന് പറഞ്ഞ മറുപടി ഞാൻ കേൾപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ അയാള് നാദാപുരത്ത് പറയുമ്പോ എന്റെ ക്ലിപ്പ് വെക്കുമ്പോ അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്നുള്ള ഭാഗം കട്ടത് നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരും. അങ്ങനെ പേരോട് വെച്ച ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നതും പറഞ്ഞാ വെക്കുന്നത്. എന്റെ അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്നുള്ള വാചകം മൂപ്പരം കട്ടാളിഞ്ഞു നാദാപുരത്തെ പ്രസംഗത്തിൽ. ഈ മുജാഹിദിക്ക് ഇത് മനസ്സിലാവില്ലല്ലോ, കാരണം എന്റെ പ്രസംഗം ഇവര് കേൾക്കൂല. എന്റെ പ്രസംഗത്തിന്റെ സീഡിയും മറ്റും മുജാഹിദ് മൗലവിമാർ കേൾക്കാൻ വിടുകയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നന്നാവുന്നു, അല്ലാഹ് ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അല്ലേ അബൂജഹലും നന്നാവൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നന്നായോ? ഹിദായത്ത് അല്ലാഹ് കൊടുത്തെങ്കിൽ നന്നാവുമായിരുന്നു. അതിന് ഈ മുജാഹിദുകൾ കേൾക്കണ്ടേ? കേൾക്കൂല അവര്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നത് ഞാൻ അയാളെ നാട്ടിൽ നിന്ന് പ്രസംഗിച്ചത്. രണ്ടാമത് കേൾപ്പിക്കുന്നത് അയാൾ നാദാപുരത്തിന്റെ പറഞ്ഞ മറുപടി. കട്ടക്കളവ് ഞാൻ തൊണ്ടി സഹിതം ഇവിടെ നിങ്ങൾ കാണിച്ചു തരും. ആദ്യം ഒന്ന് വെച്ചാ മോനെ, ഞാൻ കട്ടുപ്പാറ പ്രസംഗിക്കൊന്ന് വെച്ചാ. എന്നാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ കിടക്കുന്ന ഒരു ജാറമുണ്ടല്ലോ മദീനയിൽ. എന്റെ മാന്യമഹാ സഹോദരന്മാര് മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജാറമുണ്ട്. ആ ജാറത്തിന്റെ ചിത്രം ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കുമായിട്ടില്ല. ആ ജാറം പച്ച കുബ്ബയുള്ള ജാറമാണ്, മിനാരമുള്ള ജാറമാണ്. ആ ജാറത്തെ സംബന്ധിച്ച് നിങ്ങളെ നാട്ടുകാരൻ ഹുസൈൻ സലഫി പറയുന്നത് കള്ളജാറം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രയോഗമാണ് കള്ളജാറം, കള്ളജാറം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മൗലവി, നിങ്ങൾ കിടക്കും, നിങ്ങൾ ഇരിക്കുന്ന റൂം, നിങ്ങളെ ഓഫീസ് മറ്റേ കള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? നിങ്ങളെ വീട്ടിനെ പറിച്ച് കള്ള വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? നിങ്ങളെ നേതാവാണെന്ന് നിങ്ങൾ പറയാറുള്ള ഇബ്നു തൈമിയ്യ എന്ന പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞില്ലേ, ഓരോ ആളുകളുടെയും ഖബർ അത് ബൈത്തുൽ മുസ്ലിമിൽ മയ്യിത്തായ മുസ്ലിമിന്റെ വീടാണ് ഖബർ എന്ന് നിങ്ങളെ നേതാവാണെന്ന് നിങ്ങൾ പറയാറുള്ള ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടല്ലേ അവിടുത്തെ ജാറം. ആ ജാറത്തെ സംബന്ധിച്ച് മൗലവിയുടെ ഭാഷയാ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അയാൾ എന്നെ ഗണ്ണിച്ച് പ്രസംഗിക്കാണ്. അയാൾ പറയാണ് കള്ളജാറമാണ് സഹോദരന്മാരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാചകം കേട്ടോളൂ. ചില ആളുകൾ പറയും, എന്താ മുജാഹിദിന് കുഴപ്പം, എന്താ ജമാഅത്ത് ഇസ്ലാമിക്ക് കുഴപ്പം, ഈ കാന്തപുരവും സഖാഫികളും കൂടി എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്ന ചില സാധാരണക്കാരില്ലേ. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണം റഹ്മാനേ, അറിവില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം റഹ്മാനേ. നിങ്ങൾ ശരിക്കൊന്ന് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രയോഗം. രണ്ടാഴ്ച മുമ്പ് ഞാൻ മദ്യം പോയപ്പോൾ കണ്ടു. എന്താ കണ്ടത്? അവിടെ എഴുതിച്ചിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ഇതിന്റെ കള്ള ജാറത്തിന്റെ ഫോട്ടോ എന്താ, വലിയൊരു ജാറത്തിന്റെ മേലെ ഒരു പച്ച പച്ചം ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ, അത് ഫോട്ടോ വിറ്റിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. അത് എന്റെ പ്രസംഗം, അതിന്റെ മറുപടി അടക്കം പറഞ്ഞില്ലേ, ആ ജാറമൊന്ന് കാണിക്കൂ. പച്ചക്കുബ്ബയുള്ള റസൂലുള്ളാഹിന്റെ ജാറം, ആ ജാറത്തെ സംബന്ധിച്ച് നിങ്ങൾ കള്ളജാറമെന്ന് പ്രസംഗിച്ചില്ലേ? ഇവിടെ വന്നിട്ട് മരിക്കണ്ടേ എന്ന് ചോദിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന മൗലവി, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിപ്പറഞ്ഞിട്ട് ഇവിടെ കബളിപ്പിക്കുന്ന മൗലവി, കള്ളജാറമെന്ന് റസൂലുള്ളാഹിന്റെ ആ കാണുന്ന പച്ചക്കുബ്ബയുള്ള ജാറത്തെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? ആ റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ കഴിയൂല എന്ന് മൗലവി പറയുന്നു. മൗലവിക്കല്ലേ കാണാൻ കഴിയാത്തത്? സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറക്കുന്ന അൽ മുസ്ലിമൂൻ പത്രത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് ജാറം പച്ചപ്പട്ടുകൊണ്ട് പുതച്ചിട്ട് ആ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? ആ പത്രം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഇവിടെ കാണിച്ചില്ലേ? അതിന്റെ ഒറിജിനൽ കോപ്പി കാണിച്ചില്ലേ? എന്റെ CD-യിൽ അത് കാണിച്ചില്ലേ? നിങ്ങൾ എന്തേ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ അനുയായിയാണോ? ഒരു 3 സ്ഥലത്ത് അസ്സലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാം അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാം അലൈക യാ സഫിയല്ലാഹ്, الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا قائد الغر المحجلين، الصلاة والسلام عليك يا شفيع المذنبين. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുന്ന് കിടക്കുന്ന റൂമിനെ സംബന്ധിച്ച്, അവിടുന്ന് കിടക്കുന്ന റൗളയെ സംബന്ധിച്ച് കള്ളജാറമെന്നല്ലേ ഈ നാട്ടുകാരനെ നീ ഇവിടെ വളർന്നു കുറച്ച് പണം പല ആളുകളിൽ നിന്നും ഏതൊക്കെയോ മാർഗത്തിലൂടെ കിട്ടിയപ്പോ പടച്ചവൻ കൊടുത്ത തൊള്ള കൊണ്ട്, പടച്ച റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ, ഇവൻ എന്നെ പെരുങ്കള്ള എന്ന് പറഞ്ഞത് പ്രശ്നമാണോ? എന്നെ ഫിർഔൻ എന്ന് പറഞ്ഞത് പ്രശ്നമാണോ? ആരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്? എല്ലാ മഹാന്മാരെയും എല്ലാ മഹത്തുക്കളെയും ഒരുപോലെ നിസ്സാരപ്പെടുത്തുന്ന ഈ മൗലവി
സൗണ്ടിന്റെ ഗുണം കൊണ്ട് ആളുകളെ പറ്റിക്കുന്ന വാളിന്റെ ശൈലിയിൽ ആളുകളെ പറ്റിക്കുകയല്ലേ. അദ്ദേഹത്തിന്റെ നാട്ടുകാരും കുടുംബക്കാരുമായ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ മനുഷ്യന്റെ ഫിത്നയിൽ കുടുങ്ങി നിങ്ങളെ ഈമാൻ കളഞ്ഞു കുളിക്കരുത് കേട്ടോ. വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം ഏതൊരു റബ്ബിന്റെ അധികാരത്തിലാണോ അവനെ തന്നെയാണ് സത്യം. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ലോകത്ത് മാതാപിതാക്കളെക്കാൾ മറ്റുള്ള എല്ലാ ജനങ്ങളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും എന്നെ ഇഷ്ടപ്പെടാത്ത കാലത്ത് വല്ലാഹി നിങ്ങൾ മുഅ്മിനല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളും സ്വന്തം ശരീരത്തെക്കാൾ പ്രിയം വെക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് കള്ളജാറമെന്നല്ലേ ഇദ്ദേഹം പ്രയോഗിച്ചത്. ഇത് ഏത് നിരീശ്വരവാദിയെ തൃപ്തിപ്പെടുത്താനാണ്? ഏത് മുസ്ലിം വിരോധിയുടെ കയ്യടി വാങ്ങാനാണ്? ഏത് ഖുർആൻ വിരോധിയുടെ അച്ചാരം വാങ്ങിയിട്ട് പറയുകയാണ്? മുസ്ലിമീങ്ങളൊന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ ഖബറിനെ സംബന്ധിച്ച് പോലും റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തോട്ടങ്ങളിൽ നിന്നുള്ളൊരു തോട്ടം എന്നല്ലേ സത്യവിശ്വാസികളെ ഖബറിനെ കുറിച്ച് വരെ ഹദീസിൽ പഠിപ്പിക്കുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അത് കള്ളജാറമാണെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണോ? പോകട്ടെ, ഇന്ന് വരെ ഒരു ഹിന്ദു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒരു RSSകാരൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു ക്രിസ്ത്യാനി പറഞ്ഞിട്ടുണ്ടോ? ഒരു നിരീശ്വരവാദി പറഞ്ഞിട്ടുണ്ടോ? ലോകത്തേതെങ്കിലും കക്ഷി ഈ മുജാഹിദ് പറയും പോലെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ. മറുപടി പറയാൻ സാധിക്കാത്ത മൗലവി നാദാവർത്തി ഇപ്പൊ 5-6 മാസം കഴിഞ്ഞിട്ട് വരികയാണ്. പണ്ട് പറയാണ്, പേരോട് എന്റെ നാട്ടിൽ വന്നിട്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു, ഞാൻ കള്ളജാറമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞത്? പേരോട് വെച്ച ക്ലിപ്പിംഗ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാ. ഞാൻ പറഞ്ഞത് ജാറത്തിന്റെ ഫോട്ടത്തിനെ സംബന്ധിച്ചാണ്, ജാറത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. മൗലവിന്റെ തിരിമറി എന്താ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അവസാനം നിങ്ങൾ കേട്ടില്ല അയാളെ വാചകം, ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കും. എന്താ പറഞ്ഞത്? അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്നാ പറഞ്ഞു. അത് ജാറത്തിന്റെ കള്ള ഫോട്ടോ ആണ് എന്നല്ല പറഞ്ഞത്, കള്ളജാറമാണ് എന്നാ പറഞ്ഞു. പറ്റിക്കാണ് ജനങ്ങളെ. എന്റെ ക്ലിപ്പിങ്ങിന്റെ ആ ഭാഗം കട്ടിട്ട് വെക്കുകയാണ്. മൗലവിയുടെ ഭാഗം ഞാൻ കേൾപ്പിച്ച ഭാഗമാണ് കട്ടത്. അയാൾ വാർക്കളൊന്ന് പ്രസംഗിച്ചതിന്റെ ഭാഗം ഞാൻ കേൾപ്പിച്ചിട്ട് അത് കട്ടിട്ട് മൂപ്പര് വെക്കുകയാണ്. കാരണം മുമ്പ് വാർക്കളൊന്നും പറഞ്ഞു, ഇപ്പം പറയാൻ ധൈര്യമില്ല മൂപ്പർക്ക്, കള്ളജാറമാണെന്ന് പറയാൻ ധൈര്യമില്ല. എന്നിട്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കട്ടിട്ട് വെക്കുകയാണ്. ആ വെച്ചങ്ങളും ശ്രദ്ധിച്ചോ, നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ്. അത് ഒന്നും കൂടി പിന്നീട് ഞാൻ കേൾപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ശരിക്കും ശ്രദ്ധിച്ചോ, അയാൾ കട്ടിട്ട് വെക്കുന്നു. ഒന്ന് വെച്ചു കൊടുത്താൽ മനെ. ഞാൻ എന്താ പാറക്കട വെച്ച് പറഞ്ഞത് എന്ന് അയാൾ തന്നെ കേൾപ്പിക്കുന്ന ഭാഗം തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു, ശ്രദ്ധിച്ചു കേട്ടോളൂ. വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ പച്ച ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വിറ്റിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഇടപാട് നടത്തുന്നുണ്ട്. നോക്കണം സുഹൃത്തുക്കളെ, പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇവരുണ്ട് ഒരു കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ചാണോ? നോക്കണം സുഹൃത്തുക്കളെ, പറഞ്ഞേ കേട്ടില്ലേ? എന്താ ചെയ്തറിയോ? ക്ലിപ്പിംഗിൽ അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ, ഭാഗം കട്ടാൽ ചങ്ങാതി നോക്കണം തന്നെ. അതിന്റെ ആദ്യം ഒന്നും കേട്ടു, എനിക്ക് ഞങ്ങൾക്ക് മറ്റും കേൾപ്പിച്ചു തരാം. ഇവരെ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇവരുണ്ട് ഒരു കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ചാണോ? അപ്പൊ നബിന്റെ ഖബറിനെ സംബന്ധിച്ചല്ല എന്നപ്പോ പറഞ്ഞേ. എന്നിട്ട് കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നു എന്നാ പറഞ്ഞതെന്ന് അപ്പൊ അയാൾ വരുത്തിയത്. എന്നാ സംഗതി എന്താണ്? അതിൽ അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ ഭാഗം കട്ടിട്ടാണ് വെച്ചത്. അത് വെച്ചു കൊടുത്ത രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഞാൻ മതിയെന്ന് പോയപ്പോൾ കണ്ടു. എന്താ കണ്ടത്? അവിടെ എഴുതിച്ചിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമിന്റെ ഖബറിന്റെ കീഴില് ഇവരുടെ കള്ള ജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് എടുക്കുന്നത്. എന്താ വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ മേലെ ഒരു പച്ച പച്ചം ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ, അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ, അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. കണ്ടോ, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് അത് ഞാൻ 3 പ്രാവശ്യം വെച്ച് എല്ലാവർക്കും മനസ്സിലാനാ. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ നാ മൗലവി പറഞ്ഞു. അത് മൂപ്പര് 4ാമത്തെ ക്ലിപ്പിംഗ് വെക്കുമ്പോ കട്ടിട്ട് വെച്ചു. എന്തിന്? മൂപ്പരങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് തീർക്കാൻ. കദ്ദാബൂന ദജ്ജാലൂന കദ്ദാബൂന, കബളിപ്പിക്കുന്നവർ, പച്ചക്കള്ളം പറയുന്നവർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൗലവിമാരെ മുഖത്ത് നോക്കി പറഞ്ഞ മാതിരിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു. നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ആ ജാറത്തിന്റെ മേലെ ചുമരുകളിൽ പദ്യം എഴുതിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രസംഗിച്ചിരുന്നു. ഞാൻ 2 ആഴ്ച മുമ്പ് പോയപ്പോൾ കണ്ടിരുന്നു എന്ന് പ്രസംഗിച്ചിരുന്നു. അത് എടുത്തുപിടിച്ചിട്ടാ തുറന്നത് പ്രസംഗം. ഞാൻ 2 ആഴ്ച മുമ്പ് പോയപ്പോൾ കണ്ടിരുന്ന വലിയ പറയുന്നത് അത് എടുത്തുപിടിച്ചിട്ടാ പ്രസംഗിക്കുന്നത്. ആ ജാറത്തെ സംബന്ധിച്ച് കള്ള ജാറമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മനുഷ്യന്മാരെ മുമ്പിൽ ഇറങ്ങിക്കൊണ്ടായപ്പോ മൂപ്പര് പറയണത് മുത്തു മുസ്തഫായുടെ വല്ലാത്ത മുത്തന്നെ ഇപ്പൊ തുടങ്ങിയതാ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ജാറത്തെ കുറിച്ച് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ കണ്ടില്ലേ മൗലവിമാര് കളവ് പറയുന്ന പോലെ കണ്ടില്ലേ? അത് ഞാൻ 2 കൂടി വെച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കേൾക്കണോ? എന്നിട്ട് ഇയാൾ പറയുന്നത് എന്താണ്? ഞാനങ്ങനെ ജാറത്തിന് കുറ്റമൊന്നും പറഞ്ഞില്ല. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവരെ സിദ്ധാന്തം എന്താണ്? ഇവര് ജാറത്ത് അംഗീകരിക്കുന്നുണ്ടോ? ജാറത്തിന്റെ ഏറ്റവും വലിയ വിരോധികളല്ലേ ഇവര് കള്ളജാറോ എന്ന് മാത്രമാണോ പറഞ്ഞത്? ഇവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുബയുള്ള ജാറം തട്ടി തകർക്കണോന്നല്ലേ പറഞ്ഞത്? തകർത്ത് കളയണോന്നല്ലേ പറഞ്ഞത്? എന്ന് മാത്രമാണോ പറഞ്ഞത്? പോരാ, മുജാഹിദിന്റെ നേതാവ്, ഞാനുമായി സംവാദം നടത്തിയ അവരെ നേതാവ് അല്ലേ സക്കരിയ സലാഹി, ഇയാള് പ്രസംഗിക്കുമ്പോ സ്റ്റേജ് മലയാളില്ലേ? ആ നേതാവ് പ്രസംഗിച്ചതായി ഇനി ഞാൻ കേൾപ്പിക്കുന്നത്. എന്താ പറയുന്നതെന്നറിയോ? മദീനയുടെ ഭരണം, സൗദി രാജ്യത്തിന്റെ ഭരണം കേരള നദ്വത്തുൽ മുജാഹിദീന് കിട്ടിയാൽ 2ാമത്തെ ദിവസം ഞങ്ങൾ എടുക്കുന്ന പണി ആ മുഹമ്മദ് നബിയുടെ പച്ച കുബ്ബയുണ്ടല്ലോ അത് ഞങ്ങൾ തട്ടിത്തകർക്കും. 2ാമത്തെ ദിവസം നബിന്റെ ഖബറിന്റെ മേലെയുള്ള കുബ്ബ അത് ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഞങ്ങൾ 2ാം ദിവസം തട്ടിത്തകർക്കും. 1ാം ദിവസം എന്താ പണിയെന്നറിയില്ല. അതായി ഞാൻ കേൾപ്പിക്കുന്നത്. ഇവരാണോ പിന്നെ ജാറത്തിന് അനുകൂലമായി പറയുന്നത്? വെച്ചു കൊടുത്താ മോനെ, അദ്ദേഹത്തിന്റെ ഓഡിയോ കേസറ്റാണ്, കേട്ടോളി. ജാറം ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിന്റെ ഖബർ കുന്നിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കുകയും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊമ്പ് കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ 2ാമത്തെ ദിവസം ആ പച്ചക്കൊമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മിക്കുന്നതുമാണ്. 2ാമത്തെ ദിവസം ആ പച്ചക്കൊമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഇത് ഞങ്ങളല്ല, സൗദിയിലെ ഭരണാധികാരിക്ക് ധൈര്യമില്ല ഈ പച്ചക്കുബ തകർക്കാൻ. കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടിയാൽ 2ാമത്തെ ദിവസം എടുക്കുന്ന പണി ആ പച്ചക്കുബ തകർക്കലായിരിക്കും. കാത്തു കുത്തിരിനാണ് ഈ ഭരണവും കാത്തിട്ട്. സൗദി അറേബ്യന്റെ ഭരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സൗദി അറേബ്യന്റെ ഭരണം കിട്ടിയാൽ ആദ്യം 2ാമത്തെ ദിവസം എടുക്കുന്ന പണി, 1ാമത്തെ ദിവസം എന്താ പണി എന്നറിയില്ല, എടുക്കുന്ന പണി അത് കൈബം പൊളിക്കലായിരിക്കും. ചിലപ്പോ 2ാമത്തെ ദിവസമായിരിക്കും ചിലപ്പോ ഇത് തുടങ്ങുന്നത്. മക്കത്ത് മദീനത്തേക്ക് പോകലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഏതാ സാധനം? സഹോദരന്മാരെ, ഇനി അടുത്തത് മൗലവിമാർക്കുണ്ടല്ലോ ഒരു തെൽബിയത്ത്. അതായിരിക്കും പറയാൻ പോകുന്നത്. തെൽബിയത്ത്, മുശ്രിക്കുകളെ തെൽബിയത്ത്. ഈ തെൽബിയത്തിനെ സംബന്ധിച്ച് ഇബ്നു തൈമിയ്യ പറയുന്നു, ഈ തെൽബിയത്തെ അരി കക്ഷികളാ. ആര്? അള്ളാന്റെ കൂറുകാരായ ശുപാർശക്കാര് എന്ന് വിശ്വസിക്കുന്ന കക്ഷികൾ. അതുപോലെ അള്ളാഹുവിന്റെ കൂറുകാരാണ്, അള്ളാന്റെ മക്കളാണ് മലക്കുകൾ എന്ന് വിശ്വസിക്കുന്ന കക്ഷികൾ. ആ കക്ഷികളാണ് തെൽബിയത്ത് ചൊല്ലിയത്. എന്ത് തെൽബിയത്ത്?
അത് ഞാൻ വായിക്കാം, നോക്കി വായിക്കാം. വക്കാനു യഖൂലൂന, അവർ പറയുന്നവരായിരുന്നു, ഫീ തൽബിയത്തിഹിം, അവരുടെ തൽബിയത്തിൽ, ലബ്ബൈക ലാ ശരീക ലക്, പടച്ചവരെ നിനക്കുത്തരം ചെയ്യുന്നു, നിനക്ക് കൂറുകാരനില്ല. ഇല്ലാ ശരീകൻ ഹുവ ലക, നിനക്കൊരു കൂറുകാരുണ്ട്. ഇല്ലാ ശരീകൻ ഹുവ ലക, ആ കൂറുകാരൻ നിനക്കുള്ളതാണ്. തംലികുഹു വമാ മലക, ആ കൂറുകാരനെ നീ ഉടമയാക്കുന്നു. വമാ മലക, ആ കൂറുകാരൻ ഉടമയാക്കിയതിനെയും നീ ഉടമയാക്കുന്നു. ഇതുപോലെ സോണിയാഗാന്ധിയും പ്രധാനമന്ത്രിന്റെ കീഴിലാന്ന് പറഞ്ഞില്ലേ, അതുപോലെ നിന്റെ കീഴിൽ തന്നെ നിന്നെയും കൂടി നീ അയാളെയും കൂടി അവളെയും കൂടി ഭരിക്കുന്നുണ്ട്. പക്ഷെ അവള് പറയും പോലെ കേൾക്കാണ്ടൊട്ട് പറ്റിയില്ല. ആ രൂപത്തിലാണ് അവർ ഈ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് അവർക്കൊരു മറുപടി പറയുന്നുണ്ട് ഖുർആൻ. ഈ തെൽബിയത്തുകാർക്കൊരു മറുപടി, അള്ളാന്റെ മറുപടി കേട്ടോളി. വഖാല തആല, അവരെ മറുപടി അള്ളാഹ് പറഞ്ഞത് ഇബ്നു തൈമിയ്യ അവിടെ ഉദ്ധരിക്കുന്നു. ളറബലക്കും മസലം മിൻ അൻഫുസിക്കും ഹല്ലക്കും മിമ്മാ മലക്കത്ത് ഐമാനുക്കും മിൻ ശുറകാ ഫീമാ റസഖ്നാകും ഫഅൻതും ഫീഹി സവാഅ തഖാഫൂനഹും കഖീഫതികും അൻഫുസകും കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമിൻ യഖിലൂൻ. പടച്ചവന് കൂറുകാരുണ്ടെന്നും ആ കൂറുകാർ അള്ളാന്റെ കീഴിലാണെന്നും അവരാണ് ഞങ്ങളെ ദൈവങ്ങളെന്നും ആ ദൈവങ്ങൾ പടച്ചവരോട് ശുപാർശ പറഞ്ഞ്, കൽപ്പനാ സ്വഭാവത്തിൽ ശുപാർശ പറഞ്ഞ് ആ റബ്ബിനെ അനുസരിപ്പിക്കുമെന്നും റബ്ബ് അവർക്ക് വഴിപ്പെടേണ്ടി വരുമെന്നും പറയുന്ന മുശ്രിക്കീങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹ് പറയാണ്, ളറബലക്കും മസലം മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് അല്ലാഹു ഒരു ഉപമയാക്കി തന്നിരിക്കുന്നു. ചിന്തിക്കാൻ ഹല്ലക്കും നിങ്ങൾക്കുണ്ടോ, മിമ്മാ മലക്കത്ത് ഐമാനുക്കും മിൻ ശുറകാ, നിങ്ങളുടെ ഉടമസ്ഥതയുടെ കീഴിലുള്ള വല്ല അടിമകളും നിങ്ങൾക്ക് കൂറുകാരുണ്ടോ? കൂറാണെങ്കിൽ പിന്നെ അടിമയല്ലല്ലോ, അടിമയാണെങ്കിൽ പിന്നെ കൂറല്ലല്ലോ, കൂറുള്ളവരാണെങ്കിൽ കീഴല്ലല്ലോ, കീഴാണെങ്കിൽ കൂറല്ലല്ലോ. അപ്പൊ നിങ്ങള് അള്ളാന്റെ കീഴിലുള്ള കൂറുകാരി എന്നല്ലേ പറയുന്നു. ഇല്ലാ ശരീകൻ ഹുവ ലക, നിനക്കൊരു കൂറുകാരുണ്ട്. പടച്ചവരെ നിന്റെ ഉടമസ്ഥതയിൽ ഉള്ള കൂറുകാരെ എന്നല്ലേ നിങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു കൂറുകാരുണ്ടാവോ? കൂറുണ്ടെങ്കിലും ഉടമസ്ഥയുടെ കീഴിലല്ല, കീഴിലാണെങ്കിലോ ഉടമസ്ഥതയുടെ കീഴിലാണെങ്കിലോ അടിമയാണ്, കൂറുകാരനല്ല. അല്ലാതെ രണ്ടും കൂടി ഒന്നായിട്ടുണ്ടാവോ? പൊന്നിന്റെ ഇരുമ്പൊരൊക്കെ ഉണ്ടാവോ മൗലവി? മൗലവിമാർ ശരിക്കും ശ്രദ്ധിക്ക്. പൊന്നിന്റെ ഇരുമ്പൊരൊക്കെ ഉണ്ടാവോ? ഗോതമ്പത്തിന്റെ പൊടിയരിക്കഞ്ഞി ഉണ്ടാവോ? ഗോതമ്പത്തിൻ്റെതാണെങ്കിൽ അത് പൊടിയരിക്കഞ്ഞിയല്ല, ഗോതമ്പത്തിന്റെ കഞ്ഞി. പൊന്നിന്റെ ഇരുമ്പൊലക്ക ഉണ്ടാവൂല, അത് പൊന്നൊലക്ക. പൊന്നിന്റെ ഇരുമ്പൊലക്ക ഉണ്ടാവൂല. ഇതുപോലെ കൂറുകാരാണ് എന്നൊരു ഭാഗത്ത് പറയാ, അള്ളാന്റെ കീഴിലുള്ള അള്ളാന്റെ ഉടമസ്ഥതയിലുള്ള അടിമയാണെന്ന് വേറെയും പറയാ. അങ്ങനെ ഒന്നും ഉണ്ടാവോ എന്ന് അള്ളാഹ് ചോദിക്കുന്നത്. ഉണ്ടാവൂലല്ലോ. അപ്പൊ മുശ്രിക്കീങ്ങൾ പറഞ്ഞത് വൈരുദ്ധ്യമാണ്, കള്ളം പറയാണ്, വൈരുദ്ധ്യം പറയാണ്. ഏതുപോലെ മൗലവിമാര് പറയും പോലെ. മൗലവി എന്ത് പറഞ്ഞു? ഞാൻ ഷാഫി ഇമാമിനെ കാണും ഇവരുള്ള ആളല്ല, ഞാൻ കേൾപ്പിച്ചില്ലേ? ഇമാമിങ്ങളെ ഞങ്ങൾ തള്ളുന്നില്ല. ഷാഫി ഇമാം റഹിമഹുല്ലാഹ് എന്ത് പറഞ്ഞു? മുശ്രിക്കീങ്ങൾ അവിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. മൗലവി എന്ത് പറഞ്ഞു? അത് ആരോ പറഞ്ഞതാണ്, വിശ്വസിക്കാൻ അപ്പറഞ്ഞ് അംഗീകരിച്ചൂടാ. അപ്പൊ മൗലവിന്റെ വാക്ക് വൈരുദ്ധ്യായില്ലേ? ഇമാമിങ്ങൾ ഒന്നെ സ്വീകരിക്കൂന്ന് പറയാ, ഇമാമിങ്ങൾ പറഞ്ഞേ കാണിക്കുമ്പോ അത് നമ്മൾ സ്വീകരിക്കൂല എന്നും പറയാ. ഇതുപോലെ പൊന്നിന്റെ ഇരുമ്പൊലക്ക ഉണ്ടാവൂല, ഇമാമിങ്ങളെ സ്വീകരിക്കുന്ന മുജാഹിദ് ഉണ്ടാവൂല. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഇതുപോലെ അള്ളാന്റെ ഉടമസ്ഥതയുടെ കീഴിലുള്ള കൂറുകാരൻ ഉണ്ടാവൂല. അപ്പൊ മുശ്രിക്കീങ്ങൾ പറഞ്ഞ വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുന്നു, നിങ്ങളെ അടിമകൾ നിങ്ങളെ കൂറുകാരാകുമോ? അതെ, നിങ്ങൾക്ക് നമ്മൾ തന്ന അടിമകളാണ്, എന്നാൽ അധികം നിങ്ങളെ കൂറുകാരാ, നിങ്ങൾ സമ്മതിക്കോ? സ്വതന്ത്രന്മാരായ നിങ്ങൾ പരസ്പരം പേടിക്കും പോലെ നിങ്ങൾ അടിമകളെ പേടിക്കുന്ന അവസ്ഥ ഉണ്ടാകുമോ? ഉണ്ടാവുകയില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തേ തെൽബിയത്ത് ചൊല്ലുമ്പോ എന്റെ കൂറുകാരനാണ് എന്ന് പറയുന്നു, ഞാൻ അവർക്ക് ഭയപ്പെടേണ്ടി വരും, ഞാൻ പേടിക്കേണ്ടി വരും എന്ന് നിങ്ങൾ പറയുന്നു, എന്റെ കീഴിലുള്ളവരാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഇത് വിഡ്ഢിത്തമല്ലേ, വൈരുദ്ധ്യമല്ലേ? കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമിൻ യഖിലൂൻ. അഖലുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക് നമ്മളെ ദൃഷ്ടാന്തം വിവരിക്കൽ ഇങ്ങനെയാണ് നബിയേ. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ ഞാൻ ശരിക്കും വിവരിക്കുന്നുണ്ടെന്ന് അല്ലാഹ് ഖുർആനിൽ പറയുന്നു. ഇത് ഈ ആയത്ത് കൊടുത്തുകൊണ്ട് ഇബ്നു തൈമിയ്യ തന്നെ വിശദീകരിക്കുന്നത് പഠിച്ചോ മൗലവിമാരെ.
ബയ്യന സുബ്ഹാനഹു ബിൽ മസലില്ലദീ ദറബഹു ലഹും. ഈ ഉപമ കൊണ്ട് അല്ലാഹു തആല അവർക്ക് വിവരിച്ചു കൊടുത്തു. അന്നഹു ലാ യംബഗി അൻ യുജ്അല മംലൂകുഹു ശരീകഹു. അള്ളാന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനത്തെ അള്ളാന്റെ കൂറുകാരനാണെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഫഖാല, അപ്പൊ അള്ളാഹ് പറയാണ്, ഹല്ലക്കും മിമ്മാ മലക്കത്ത് ഐമാനുക്കും മിൻ ശുറകാ ഫീമാ റസഖനാകും ഫഅൻതും ഫീഹി സവാഉൻ യഖാഫു അഹദുക്കും മംലൂകഹു കമാ യഖാഫു ബഅദുക്കും ബഅദാ. അങ്ങനെ ഉടമസ്ഥതയുടെ കീഴിലുള്ളവരെ അതാ ഉടമസ്ഥൻ ഭയപ്പെടേണ്ട സന്ദർഭം വരൂലല്ലോ. ഫൈദാ കാന അഹദുക്കും ലാ യർളാ അൻ യകൂന മംലൂകുഹു ശരീകഹു. അങ്ങനെ ഉടമസ്ഥതയിലുള്ളവർ കൂറുകാരനാണെന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടൂലല്ലോ. പിന്നെ നിങ്ങൾ പടച്ചവനെ പറ്റി പടച്ചവന്റെ ഉടമസ്ഥതയിലാണ് എന്ന് പറയുകയും അള്ളാന്റെ കൂറുകാരനാണെന്ന് പറയുകയും ചെയ്യുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുമോ? ഫകൈഫ തർളൗന അൻ യകൂന ലിറബ്ബിക്കും ശുറകാ മിൻ നബീദിഹി. പടച്ചവന്റെ അടിമകളിൽ അള്ളാഹ്ക്ക് കൂറുകാരുണ്ടെന്ന് പറയുന്നത് അള്ളാഹ് തൃപ്തിപ്പെടുമോ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാ അബൂജഹലേ പറഞ്ഞത് എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. സഹോദരന്മാരെ, ഇനി അടുത്തത് ഇപ്പൊ എന്താണ് മൗലവിമാരെ വാദം എന്നറിയോ? ഇപ്പൊ മുജാഹിദീങ്ങൾ സെലഫികൾ തമ്മിൽ തല്ലാണ്. എന്തിനാ തല്ല്? നിങ്ങളെന്താ വിചാരിച്ച്? ഇപ്പൊ ഈ സെലഫിന്റെ മൗലവിമാര് എന്താണ് ഇങ്ങോട്ടല്ല എളിയത്? നാദാപുരത്ത്, പാറക്കടവ്, ഇങ്ങനെ നമ്മളെ ഈ ഭാഗത്തേക്ക് മൗലവിമാര് മുമ്പ് അങ്ങനെ വരലില്ലല്ലോ. ഇപ്പൊ എന്റെ മൗലവിമാർ ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതിനൊരു കാരണം. എന്താ കാരണോ? പുളിക്കല്, എടവണ്ണ, അതുപോലെ അരീക്കോട്, ഒതായി, കടവത്തൂര്, എരഞ്ഞിന്റെ കീഴില്, ഇങ്ങനത്തെ ചില പ്രദേശങ്ങളുണ്ടല്ലോ മുജാഹിദീങ്ങൾ കൂടുതലുള്ള പ്രദേശം. അവിടെ ഒന്നും ഇപ്പൊ മൗലവിമാർക്ക് പോയിക്കൂടാ. അതെന്തേ? അവിടെ ചെന്നാല് ഈ മുജാഹിദീങ്ങളായ ആൾക്കാർ ചോദിക്കൂ, നിങ്ങൾ ഏതാ, ചേത്താന്റെ പാർട്ടിയോ അല്ലെ ചേത്താന്റെ എതിര് പാർട്ടിയോ? വെച്ചു കൊടുത്താ മോനെ. ഈ പുച്ഛം നിങ്ങൾ ആരോടാണ് പുച്ഛിക്കുന്നത്? അതെന്താ? ഈ മൗലവിമാര് രണ്ടായി പിരിഞ്ഞല്ലോ. അപ്പൊ അബ്ദുസ്സലാം സുല്ലമിന്റെ മടവൂര് മുജാഹിദീങ്ങൾ പറയുന്നു ശൈത്താന് ജിന്ന് എന്നുള്ള ബാക്ടീരിയ ആണ്. എന്നാൽ നമ്മുടെ ഈ മുജാഹിദ് ഉണ്ടല്ലോ, ഏത് സക്കരിയ സലാഹി, ഹുസൈൻ സലഫി, എ പി അബ്ദുൽ ഖാദിർ മൗലവിന്റെ മൗലവി മുജാഹിദ്, ആ മുജാഹിദീങ്ങൾ പറയുന്നത് അങ്ങനെയൊന്നല്ലേ, ജിന്ന് ശൈത്താൻ എന്നെല്ലാം പറഞ്ഞാല് അതിനെ കൊണ്ട് ഒരുപാട് സഹായം കിട്ടും, അവർക്ക് പല കഴിവുണ്ട്. നമ്മള് ഒരു ജിന്നിനെ നമ്മൾക്ക് സഹായത്തിന് കിട്ടിയാല് സുബൈക്കും കൂടി കിടന്നുറങ്ങൂല, നമ്മളെ ജിന്ന് വന്ന് വിളിച്ചുണർത്തിക്കോളും. അതിന്റെ പുറമെ വാഹന അപകടത്തിനൊക്കെ ശൈത്താൻ രക്ഷപ്പെടുത്തും. ഇങ്ങനെ വാഹന അപകടം ഉണ്ടാവുമ്പോ ജിന്ന് രക്ഷപ്പെടുത്തും. പിന്നെ അങ്ങനത്തെ ഒരുപാട് സഹായം കിട്ടും. ജർമ്മനിയിലുള്ള മരുന്ന് അരമണിക്കൂർ കൊണ്ട് ഞമ്മക്ക് ജിന്നുകൾ പോയിട്ട് ഇവിടെ കൊണ്ടത്തരൂന്ന് വരെ സക്കരിയ സലാഹി പ്രസംഗിച്ചത് ഞാൻ കേൾപ്പിക്കാൻ പോവാൻ. മനസ്സിലായോ? ജർമ്മനിയിലുള്ള മരുന്ന് അരമണിക്കൂർ കൊണ്ടേ സക്കരിയ സലാഹി ഉടനെ തുടങ്ങുമ്പോ ചികിത്സ. അതിന് മറ്റേ മൗലവിമാര് പറയുന്നത് ചികിത്സിക്കാന് ഇവരെത്തി മൗലവിമാരെത്താനും പോകില്ല, കാരണം തലയെ കെട്ടാത്തോണ്ട്. അതിന് കുറച്ച് തലയെ കെട്ടിയ മൗലിയാമാരെ ശരിയാക്കിയിട്ടുണ്ട്. അതാ ഫൈസൽ മുസ്ലിയാര്, മറ്റേ മുസ്ലിയാർ കുറച്ച് തലയെ കെട്ടിയവരെയും കാണാം നിങ്ങൾക്ക് ഇപ്പോ. അതെന്താ വെച്ചാൽ ഈ ജിന്ന് ശൈത്താന്റെ ചികിത്സക്ക് മൗലിയാരായല്ലേ ആൾക്കാരെ കിട്ടുള്ളൂ, അതിന് വേണ്ടി ഇറക്കിയതാണത്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. ജിന്ന് സഹായിക്കും എന്ന വിഷയമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതൊന്ന് കേട്ടോളൂ. കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഇൻഷാ അല്ലാഹ് പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന നേരത്ത് ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി. ആരുമല്ല, നിങ്ങളുടെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാൻ എങ്ങനെ ഒഴിഞ്ഞ്, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ കേട്ടില്ലേ? ജിന്ന് വർഗത്തിൽ സഹായികളുണ്ട്. അതുകൊണ്ട് വാഹനം അപകടത്തിനൊക്കെ ജിന്നെന്താക്കൂ? സഹായിക്കും. ബദരീങ്ങൾ സഹായിക്കുന്നതാണ് ശിർക്കാണേ. ജിന്നുകൾ സഹായിക്കുന്നുണ്ടല്ലോ, തൗഹീദ്. എന്ന് മാത്രമല്ല, നിങ്ങൾ കേട്ടില്ലേ ജിന്നിന്റെ പരിപാടി? എന്താ ജിന്റെ പരിപാടി? വാഹനം അപകടത്തിന് രക്ഷപ്പെടുക. ഈ ട്രാഫിക് നിയന്ത്രിക്കുന്ന ജിന്ന് മുജാഹിദീങ്ങൾ പുതുതായിട്ട് കണ്ടെത്തിയതാ. ട്രാഫിക് നിയന്ത്രിക്കുന്ന കുറച്ച് ജിന്നുകളെ
പിന്നൊന്ന് മൂപ്പര് പറഞ്ഞറിയോ, സുബൈക്ക് വിളിച്ചോടത്തിക്കോളും, അലാറം വെക്കണ്ട, അതായാണ് ആ ടൈം പീസ് ഒന്നും വേണ്ട. മുജാഹിദീങ്ങൾ ഇനി എന്താ ചെയ്യാ അറിയോ, ഓരോരോ ജിന്നിനെ ശരിയാക്കി വെക്കൂ. ഒരു സപ്പോർട്ടിന് ഒരു ജിന്ന് വേണോന്നല്ലേ പറഞ്ഞു, സപ്പോർട്ടിന് ഒരു ജിന്ന് വേണോ എന്നല്ലേ പറഞ്ഞു. ആ മുജാഹിദിന്റെ വൈസ് പ്രസിഡന്റ് ആണത് ശംസുദ്ദീൻ ബാലത്ത്, അയാളാ പ്രസംഗിച്ച്. ഇനി ഞാൻ കേൾപ്പിക്കുന്ന അറിയോ, ഇങ്ങനെ സഹായിക്കൂ എന്ന് പറഞ്ഞല്ലോ മോനെ, നമ്മളെ ജർമ്മനിന്ന് അരമണിക്കൂർ കൊണ്ട് മരുന്നെത്തിക്കുന്ന ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. കേന്ദ്രങ്ങളിലുള്ള പല ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കും അല്ലേ? അത് യഥാർത്ഥത്തിൽ ശൈത്താനെ ഉപയോഗിച്ചാണ് അവരതൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിഭൂതി എടുത്തു കൊടുക്കുന്നു, ചില തട്ടിപ്പുകളിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ HMT വാച്ച് കൊടുക്ക്, അത് കൊടുക്കും. ജർമ്മനിയിലുള്ള മരുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? പ്ലെയിൻ പോകുമ്പോൾ പോകാൻ ശൈത്താന് കഴിയും. അതുകൊണ്ടാണല്ലോ ജിന്നിൽപ്പെട്ട മല്ലൻ പറഞ്ഞു എന്ത് സുലൈമാൻ നബിയോട്, നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം, ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം. അത്രയും ഭാരമുള്ള സിംഹാസനം ആ വായുവിലൂടെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരാൻ ആർക്ക് കഴിയും? പിശാചിന് കഴിയും. മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. സുലൈമാൻ നബിയുടെ ചരിത്രങ്ങൾ ഖുർആനിൽ നിന്ന് എടുത്തു നോക്കൂ. സുലൈമാൻ നബിയുടെ സൈന്യത്തില് ജിന്നുകൾ ഉണ്ടായിരുന്നു. ആ ജിന്നുകളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ആ ജിന്നുകൾ ഉപയോഗിച്ച് കടലിൽ മുങ്ങി രത്നങ്ങൾ എടുക്കാൻ, വലിയ വലിയ മണിമാലികകൾ പണിയാൻ ഒക്കെ അദ്ദേഹം ശൈത്താൻ ഉപയോഗിച്ചിരുന്നു. അപ്പൊ പിശാചിന് മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. ആ കഴിവുകൾ കൊണ്ടൊക്കെ പിശാച് അവന്റെ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കും. മനുഷ്യർക്കില്ലാത്ത ഒരുപാട് കഴിവുണ്ട്, അതുകൊണ്ട് അതിന്റെ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കും. ആരെ സഹായിച്ചു എന്ന് ആദ്യം പറഞ്ഞ് സുലൈമാൻ നബിനെ. ഇപ്പൊ സുലൈമാൻ നബി ആരാ? ശൈത്താന്റെ ആളെ മൂപ്പര് കണ്ടെത്തിയതാ. ഉള്ളൂട്ട് അമ്പിയാക്കളെ തരതരുന്നുണ്ടോ? ഉള്ളു കൂടിയാ ചെയ്യാനല്ലേ കബളിപ്പിക്കാണ് പറയുന്നതിന്റെ ഇടക്ക് സുലൈമാൻ നബി ഒന്ന് ശരിയാക്കിയാണ്. എന്ത് ശൈത്താന്റെ ആളുകൾ അല്ല ഈ ജിന്നുകൾ ശൈത്താൻ സഹായിച്ചുകൊണ്ടിരിക്കും. സുലൈമാൻ നബിനെ ശൈത്താൻ സഹായിച്ചതല്ല, പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം ശൈത്താനെ കൊണ്ട് എടുക്കണമെന്ന് എടുപ്പിച്ചതാ. അതിന്റെ പേര് സഹായം എന്നാ. പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് പിടിച്ചോണ്ട് ഒരു ചങ്ങാതിനെ എന്റെ SI എന്ന് പറഞ്ഞ് അടിക്കടാ മുറ്റോൻ. ഇവൻ പറയാ ഞാൻ SIനെ സഹായിച്ചോണ്ടിരിക്കുകയാണ്. അടിക്കടാ മുറ്റോന്ന് പറഞ്ഞ SI. അപ്പൊ ഇവനിങ്ങനെ മുറ്റടിക്കുമ്പോ ഇവനിങ്ങനെ പറയും, കള്ളം പറയാണ്, ഞാൻ SIനെ സഹായിച്ചോണ്ടിരിക്കുകയാണ്. ഈ എടുക്കടാന്ന് പറഞ്ഞ് എടുപ്പിച്ച സഹായ മൗലവി, അതിന് തലച്ചോറിന്റെ പണിയുടെ മൗലവി ആവോ? അപ്പോ സുലൈമാൻ നബിനെ സഹായിച്ചതല്ല, സുലൈമാൻ നബി ശൈത്താനെ കൊണ്ട് പണി എടുപ്പിച്ചതാ, സഹായിച്ചതല്ല. സുലൈമാൻ നബി ശൈത്താന്റെ ആളുമല്ല, ശൈത്താന്റെ ആളെ സഹായിക്കുന്ന മൗലവി പറഞ്ഞത്. എന്താ പറഞ്ഞത് മൗലവിമാർക്ക് മനസ്സിലായിട്ടുണ്ടോ? പിന്നെ ശൈത്താന്റെ ഫലം കണ്ടില്ല, ജർമ്മനിന്ന് അരമണിക്കൂർ കൊണ്ട് മരുന്നെത്തിക്കും. ഇനിയിപ്പോ ദുബായിൽ നിന്നൊക്കെ സാധനം എത്തണമെങ്കിൽ നമ്മളെ സക്കരിയ സലാഹിയും ഹുസൈൻ സലഫി എന്താ ചെയ്യാ, ഷാർജയിൽ നിന്ന് ചിലപ്പോൾ റൂമിൽ നിന്ന് ഒരു സാധനം എടുത്തണമെങ്കിൽ ഹുസൈൻ സലഫിക്ക്. അപ്പൊ ഹുസൈൻ സലഫി എന്ത് ചെയ്യും? ശൈത്താനോട് പറയും, അരമണിക്കൂറുണ്ട് ഞാൻ നാദാപുരത്ത് കുടുങ്ങിയിരിക്കാം, അരമണിക്കൂറോട് ശൈത്താൻ എത്തിച്ചു. എനിക്ക് കേട്ടോളി, ഇങ്ങനൊക്കെ സഹായിക്കൂന്നല്ലേ ഇവർ പറഞ്ഞു തരും ശൈത്താനെ, ജിന്നെ. എന്നാ ആ ശൈത്താന്റെ ശക്തി കേട്ടോ നിങ്ങൾക്ക്. ഇവരീ വിശ്വസിക്കുന്ന ശൈത്താന്റെ ശക്തി ഭയങ്കര ശക്തിയാണ് കേട്ടോ. അതിന്റെ ശക്തി മറ്റേ മൗലവി എന്ന് പറയുന്നത്, ശൈത്താന് ഒരു ബിൽഡിങ്ങിന് തീപിടിക്കുമ്പോ ജിന്നുകളെല്ലാം കരിഞ്ഞു പോകുമ്പോലും, കാരണം ഓടാൻ കഴിയൂല. പിന്നെ കപ്പല് മുങ്ങുമ്പോ ജിന്നും ശൈത്താനൊക്കെ അങ്ങനെ തന്നെ വെള്ളത്തിലായി പോകുമ്പോലും, ഏത് ശൈത്താന് അരമണിക്കൂർ കൊണ്ട് ജർമ്മനി പോയി വരുന്ന ശൈത്താനെ, അതാ നിങ്ങൾ കേൾക്കാൻ മതി. ഒന്ന് കേട്ടോളി, അത് വെച്ചെടുത്തവനെ തീപിടിക്കുമ്പോൾ മരിച്ചു തന്നെ ജിന്ന്. മരണം പലപ്പോഴും ഉണ്ടാവാം. ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് ജിന്ന് ചിലപ്പോൾ മരിച്ചു വരും. ഇപ്പോ ഒരു കെട്ടിടത്തിന് തീപിടുത്തുണ്ടായ മനുഷ്യന്മാർ മരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ജിന്നുകളും മരിച്ചു വരും. മറ്റു പലയിടത്തും ഇപ്പോ കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രാവാഹനം, ആ യാത്രാവാഹനത്തിൽ ഏതെങ്കിലും ഒഴിഞ്ഞ റൂമുകളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വല്ല ജിന്നുകളും താമസമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കപ്പൽ മുങ്ങിയാൽ മുങ്ങി മരിച്ചു വരും. മറ്റു പല അവരുടേതായ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ കൊണ്ട് മരണം ഉണ്ടായെന്ന് വരും. നമ്മൾ തന്നെ ചിലപ്പോൾ വെറുതെ ഒരു കല്ലെടുത്തെറിയുകയോ ഒരു വടി എടുത്തെറിയുകയോ ചെയ്താൽ അതുകൊണ്ട് ഒരു ജിന്ന് മരിച്ചു വരും, പരിക്ക് പറ്റിയെന്ന് വരും. നമുക്കതറിയാൻ പറ്റൂല. ജിന്നിന് ജിന്നിൻ്റെതായ ലോകത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും നമ്മൾ പറഞ്ഞത് ജിന്നിന്റെ പ്രകൃതത്തെ കുറിച്ചാണ്. ഇത് നമ്മൾ നിങ്ങൾ ആരും ഇനി എറിയല്ലേ, എറിയുമ്പോ വളരെ ശ്രദ്ധിക്കണോ. നല്ല ജിന്നിനെ ഞാൻ കൊണ്ടിട്ടുണ്ടെങ്കിലേ എന്നാല് ഒന്നും കൂടി ശ്രദ്ധിക്കണം. നിങ്ങള് ഈ മുജാഹിദീങ്ങൾ മാങ്ങെറിഞ്ഞിട്ടാലുണ്ടല്ലോ, ഒരു കല്ലങ്ങ് പോകുമ്പോ 3 സാധന പോവുക. ഒന്ന് എറിഞ്ഞ കല്ല്, വേറൊന്ന് കുറച്ച് മാങ്ങ, ഒരു ജിന്നു. മുജാഹിദീങ്ങൾ മാങ്ങെറിഞ്ഞിട്ടാ ഇനി അങ്ങോട്ട് അങ്ങനെ ഉണ്ടാകുക. എങ്ങനെ? ഒരു ജിന്നും കുറച്ച് മാങ്ങയും ഒരു കല്ലും. മുജാഹിദിന്റെ നേതാവാ പ്രസംഗിച്ചത്. എനിക്ക് കേൾക്കണം നിങ്ങൾക്ക്.
ഈ ജർമ്മനി പോയിട്ട് അരമണിക്കൂർ കൊണ്ട് മരുന്നുകൊണ്ട് എന്ന ജിന്നിന്റെ കോലായി പറഞ്ഞത്. എന്നാ വേറൊരു ചങ്ങാതി ഡോക്ടറാ മുജാഹിദ് മൂപ്പര് പറയുന്നത് നമ്മള് മേശ പിടിച്ചിട്ട് അടുക്കിയിടുമ്പോ അതിന്റെ ഉള്ളിൽ ജിന്ന് കുടുങ്ങി പോവും. മേശ പിടിച്ച് അടക്കിയിടുമ്പോ അടുപ്പിച്ചിടുമ്പോ ജിന്ന് കുടുങ്ങി പോവും. പിന്നെയോ മൂപ്പര് പറയുന്നത് ഒരു സ്ത്രീ, മൂപ്പര് ഈ ജിന്ന് ചികിത്സക്കാരനാ, ജിന്ന് ശൈത്താൻ ചികിത്സക്കാരനാ. ഈ ഡോക്ടർ പറയുന്നത് കാരണം മറ്റേത് പഠിക്കാണ്ട് ഡോക്ടറായതോ അള്ളാഹ്ക്കറിയാം. എന്നിട്ട് മൂപ്പര് പറയുന്നത് എന്റെ അടുത്തൊരു പെണ്ണ് വന്ന്, അപ്പൊ ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു എന്താ എന്റെ രോഗം? അപ്പൊ നോക്കുമ്പോ ജിന്നാ ശൈത്താനാ. ജിന്ന് പറയുന്നു ഇവൾ എന്റെ ശരീരത്തിൽ മീന്റെ വെള്ളം ഒഴിച്ചാൽ നീ, അപ്പൊ മീന്റെ വെള്ളം ഒഴിക്കുമ്പോ ശൈത്താന്റെ ശരീരത്തിലായി പോകും. നമ്മളെ പെണ്ണുങ്ങളെല്ലാം പേടിപ്പിക്കുക മുജാഹിദ് മൗലവിമാര്. ഇനിയിപ്പോ മീന്റെ വെള്ളം പറിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് പേടിയാവും. കേട്ടോളി നിങ്ങൾ പറയുന്നത് മുജാഹിദ് ഡോക്ടറാ പ്രസംഗിക്കുന്നത്. ആലോചിച്ചു, ഇപ്പൊ അയാൾ അവിടെ ഇരിക്കുകയാണ്, ഞാനിപ്പോ ആ ഡെസ്ക് തള്ളിട്ട് ആ ജിന്നല്ലേ അവിടെ കുടുങ്ങിപ്പോലെ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ഇരുന്നപ്പോ ഞാൻ ശ്രദ്ധിച്ച്, കാരണം ഇപ്പൊ ആ ജിന്ന അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് അയാളെ ഞാൻ കാണുന്നില്ലല്ലോ, ഞാനിപ്പോ ഈ ഡെസ്ക് അങ്ങ് നീക്കിട്ട് അവനവിടെ കൊടുക്കുമല്ലോ, അവനോട് പ്രതികരിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതാണ്. ഇപ്പോ വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം ഉണ്ടായി ചോദിച്ചാൽ എന്തിനാ എൻ്റെ മേത്ത് മീനിന്റെ വെള്ളം ഒഴിച്ചതെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അവിടെ ജിന്ന് നിൽക്കുന്നത് സ്ത്രീക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക, ആ സമയത്തൊക്കെ ഈ ജിന്നുകളുടെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പൊ ഇവര് നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർ കരുതില്ല. ഇപ്പോൾ നമ്മുടെ ദേഹത്തിൽ ഒരാൾ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ, സ്ത്രീ എന്ന് നേരെ പോയി മൂത്രമൊഴിച്ച് ജിന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കാക്കൂസിനകത്ത്, അതിനെ മേത്ത മൂത്രമൊഴിച്ച് പിന്നെ ജിന്ന് പ്രതികരിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു പെണ്ണ് മൂത്രമൊഴിച്ചപ്പോ ജിന്നിന്റെ വെള്ളം. ഏതോ ഒരു സ്ത്രീ പോയിട്ട് കക്കൂസിൽ മൂത്രമൊഴിക്കുമ്പോ ഒക്കെ ജിന്നിന്റെ മേലായിപ്പോ പിന്നെ പെണ്ണുങ്ങൾക്ക് മൂത്രമൊഴിക്കട്ടെ മൗലവി? എന്താണ് എനി നിങ്ങൾക്ക് കേൾക്കണോ? ഈ മൗലവി ഇയാൾ തന്നെയാ പറയുന്നത്. അത് ഡെസ്ക് പിടിച്ചെടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും. പിന്നെ മൂപ്പര് പറയുന്നു മേശ പിടിച്ചു നോക്കുമ്പോ അതിന്റെ ഉള്ളിലായി പോവും എന്ന് മാത്രമല്ല, അയാൾ ഒന്നും കൂടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ശൈത്താന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പണിയെന്നറിയോ? അതിനൊരു നല്ല പരിപാടി ഉണ്ട്. എന്താ പരിപാടി? നിങ്ങൾ ശൈത്താന്റെ കൂടെ കൂടിക്കൊടുത്താൽ മതി. മുജാഹിദീങ്ങളെ വയലാണേ, മുജാഹിദീങ്ങളെ വയലാണേ. ഒരു മൗലവിന്റെ പ്രസംഗാണ്, ഡോക്ടർ മൗലവിയ. അയാളെന്താ പറയുന്നത്? നമുക്ക് ശൈത്താന്റെ സഹായം കിട്ടും, ശൈത്താന്റെ സെറിന്ന് ഒഴിവാകുകയും ചെയ്യും. എന്താ വേണ്ടേ? നമ്മൾ ശൈത്താന്റെ കൂടെ കൂടിയിട്ട് അവിശ്വാസിയായി കളിയാ, എന്നാ നമ്മൾ രക്ഷപ്പെടും. മുജാഹിദ് പ്രസംഗിക്കാണ്. ഞാൻ കേൾപ്പിച്ചേരങ്ങൾക്ക് അതിന് അയാളൊരു ഉദാഹരണവും പറയുന്നുണ്ട്. എന്താ ഉദാഹരണം അറിയോ? മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ കോൺഗ്രസ്സുകാരെ ചിലപ്പം ഭരണാധികാരികൾ ശല്യപ്പെടുത്തും, സ്ഥലം മാറ്റമല്ലായിട്ട്. അതിനെന്ത് ചെയ്താൽ മതി? മാർക്സിസ്റ്റ് പാർട്ടി ആയിക്കളിയാ. അതുപോലെ കോൺഗ്രസ് ഭരിക്കുമ്പോ മാർക്സിസ്റ്റുകാർ കോൺഗ്രസ് ആയിക്കളിയാ, എന്നാ പിന്നെ സ്ഥലമാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ജിന്നിനെ അങ്ങ് തൃപ്തിപ്പെടുത്തിയാല്, ശൈത്താനങ്ങ് തൃപ്തിപ്പെടുത്തിയാല് പിന്നെ ശൈത്താന്റെ ഒരു ശല്യം ഉണ്ടാവില്ല എന്നാണ് അയാൾ പറയുന്നത്. എത്ര വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്? യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു അസ്സഹ്റു മിനർ-റമിയ. ദീനിൽ നിന്ന് തെറിച്ച് പോകുന്നു. കേട്ടോളി. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളിൽ നല്ലൊരു ശതമാനം പൈശാചികമായ ബാധയാണ്. ഇതിന് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആളുകൾ തള്ളിക്കളയും. ചിലത് രോഗം കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ചിലപ്പോൾ അവയവം മുറിച്ചു മാറ്റിന്ന് വരും. അതുകൊണ്ട് ചിലപ്പോൾ രോഗം മാറിക്കൊള്ളണമെന്നില്ല. വാസ്തവത്തിൽ ഈ രോഗങ്ങൾ, ഈ പൈശാചികബാധമുള്ള രോഗങ്ങൾ 3 തരത്തിലാണ് ചികിത്സിക്കാൻ പറ്റുക. ഒന്നാമത്തെ ചികിത്സാ രീതി എന്തെന്ന് വെച്ചാൽ പിശാചിനെ നമ്മളങ്ങ് തൃപ്തിപ്പെടുത്തിച്ചാൽ മതി. ഉദാഹരണമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കാതിരിക്കട്ടെ, ഞാൻ പാർട്ടിയെ ഒന്നിനും പൊക്കി താത്തി പറയല്ല, ഉദാഹരണം പറയാം. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുക, ഒരു കോൺഗ്രസ്സുകാരനായ ഒരു ഉദ്യോഗസ്ഥന് കുറെ സ്ഥലം മാറ്റും, അങ്ങനെ ഇങ്ങനെയൊക്കെ വല്ലാതെ ശല്യം ഉണ്ടാകുകയാണ്. ഇതിന്ന് രക്ഷപ്പെടാൻ ഇയാൾ എന്ത് ചെയ്താൽ മതി? ഏറ്റവും എളുപ്പം ആ മാർക്സിസ്റ്റ് ശല്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ ശല്യം ഉണ്ടാവില്ല. അല്ലെ കോൺഗ്രസ് ഗവൺമെന്റാണ്, മാർക്സിസ്റ്റുകാരനെ പ്രശ്നമെങ്കിലും എന്ത് അവന്റെ പ്രയാസം മാറാൻ എന്ത് ചെയ്താൽ മതി? ആ പാർട്ടിയിലേക്ക് മാറിക്കൊടുത്താൽ പിന്നെ ഒരു ശല്യം ഉണ്ടാക്കില്ല. ഇതുപോലെ ഒരു വിശ്വാസിയെ ഒരാളെ പിശാച് ശല്യപ്പെടുത്തുക, ആ പിശാചിന്റെ കൂടെ കൂടിക്കൊടുത്ത് അവിശ്വാസിയായി കഴിഞ്ഞാലോ അവൻ സംതൃപ്തിയായി അവൻ എന്ത് ചെയ്യും? ശല്യം മാറ്റും. പിശാച് ജിന്നുകൾ ദേഷ്യം മൂലം ഉപദ്രവിക്കുക മനുഷ്യരെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ചിലപ്പോൾ അറിയാതെ ജിന്നുകളെ മനുഷ്യന് കൊന്നെന്ന് വരും, അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചു എന്ന് വരും.
ഉദാഹരണമായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണിവർ. നമ്മൾ ചിലപ്പോൾ മേശ ഒന്നങ്ങ് അടുപ്പിച്ചിടുമ്പോൾ ജിന്നടക്ക് കുടുങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അടുപ്പെന്ന് ചൂടോടെ എടുത്ത് അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ജിന്നിൻ്റെ ദേഹത്തായിരിക്കും വീണ്ടുണ്ടാകുക. അല്ലെ തേങ്ങ വലിച്ചിട്ടപ്പോൾ ജിന്നിൻ്റെ പുറത്തായിരിക്കും വീണ്ടുണ്ടാകുക. നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ജിന്നുകൾ വിചാരിക്കും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. നമ്മൾ മേശ എടുത്തതും അതിന്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്ന ജിന്ന് മൗലവിമാരെ വാഹന അപകടത്തിന് രക്ഷപ്പെടുത്തുന്നു. മനസ്സിലായില്ലേ? ആ ശൈത്താനെ തൃപ്തിപ്പെടുത്തിയാലോ ഒക്കെ പ്രശ്നം തീർന്നു. എങ്ങോട്ടാ പോക്ക് എന്ന് മനസ്സിലായി. വെറുതെ അബൂജഹലിന്റെ ബഹുമാനം പറഞ്ഞു എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ലേ? യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയാ. ദീനിൽ നിന്ന് അകന്നകന്നു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? സഹോദരന്മാരെ, എന്നാ നിങ്ങൾക്ക് വേറൊരു രസം കേൾക്കണോ? എന്താണ്? അതും കൂടി നിങ്ങൾ കാണിച്ചേക്കാം. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ കാണിക്കാം. എന്താണ് ഇതെല്ലാം കൂടി ഇവർ പറഞ്ഞപ്പോ അപ്പുറത്തെ മുജാഹിദ് ഉണ്ടല്ലോ, ഏത് മടവൂർ മൗലവി, മടവൂർ മുജാഹിദിന്റെ നേതാവ് അബ്ദുസ്സലാം സുല്ലമി ചോദിക്കുന്നു, ഇങ്ങനല്ല ഇപ്പൊ ഈ മൗലവിമാര് പറഞ്ഞാല് ഇത് പേരോട് കേൾക്കൂലേ? പേരോട് കേൾക്കൂലേ? സുന്നികള് കേൾക്കൂലേ? നമ്മള് ബദരീങ്ങളെ വിളിച്ചു വരെ സഹായം ചോദിച്ചുകൂടാന്ന് തൊട്ട് ഇപ്പൊ ജിന്നുകളെ സഹായം വേണോന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് സുന്നികളോട് തൗഹീദ് പറയാൻ പറ്റുമോ? പേരോടിനോട് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പേരോടിന് കേസറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അയാൾ പറയുന്നത്. അതൊന്ന് കേട്ടോളി. ഗൾഫിലെ പ്രസംഗത്തിൽ ജനാബ് കെ സക്കരിയ പോലുള്ളവർ ഉദ്ധരിക്കുന്നത് പിശാചിന് ഭൗതിക ഉപകാരമൊക്കെ ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ട്? സുലൈമാൻ നബി ബിൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇഫ്രീത്ത് പറഞ്ഞു, ഞാൻ എന്ത് ഞങ്ങൾ ഇവന്ന് സദസ്സി പിരിയുന്ന മുമ്പ് ആ സിംഹാസനം, സഭയിലെ സിംഹാസനം കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്ത് ജിന്നിനെന്താണ് വലിയ വലിയ സിംഹാസനം എടുത്തുകൊണ്ടു പോകാനൊക്കെ സാധിച്ചില്ലേ? ഒരു പണ്ഡിതൻ പ്രസംഗിക്കാട്ടോ. ഇതേ പണ്ഡിതൻ തന്നെ പിന്നെ സുന്നികളോട് തൗഹീദ് പ്രസംഗിക്കുന്നത്. ഇവർക്ക് തൗഹീദ് പ്രസംഗിക്കേണ്ട അർഹത സുഹൃത്തുക്കളുള്ളത്. ഈ 2 കാസറ്റ് ഞാൻ പേരോടിനെ കൊടുത്തിട്ട് പേരോടിന്റെ ശ്രദ്ധപ്പെടുത്താൻ മതി. എന്നാ ഇവന്മാർക്ക് പേരോടിനും സുന്നിനെയും തൗഹീദ് പറഞ്ഞ് എതിർക്കാൻ പറ്റുമോ? പേരോടിന്റെ ശ്രദ്ധയിൽ പ്രസംഗം കേൾക്കാത്തോണ്ടാണ്. കാരണം ഇവിടെ പണ്ഡിതൻ പറഞ്ഞ ഇഫ്രീത്ത് എന്ന ജിന്ന് പറഞ്ഞല്ലോ, സഭയിലെ സിംഹാസനത്തെ ഞാൻ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരാം, ആ പിശാചിന് വസ്തുവിനെ കൊണ്ടുപോകാൻ പറ്റൂല. നോക്കുകളും ഇപ്പൊ എവിടേക്കെത്തി? കൂട്ടരെ പിശാചിന് ഇങ്ങനെ സാധനമൊക്കെ വഹിച്ചു കൊണ്ടാൻ പറ്റുമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ താറുമാറാവില്ലേ? ഈ ഹിന്ദു പൂജാരികൾ പിശാച് കുട്ടിച്ചാത്തിനെ കീഴ്പ്പെടുത്തി നമ്മളെ പെണ്ണുങ്ങളൊക്കെ തട്ടിക്കൊണ്ടുപോകില്ലേ? നമ്മുടെ പൈസയൊക്കെ കവർ ചെയ്യൂലേ? മുസ്ലിങ്ങളെ സ്വത്ത് മുഴുവനും ഇഫിരീത്തിനെ കീഴ്പ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും? ഇന്നും ഇഫിരീത്ത് ഉണ്ടല്ലോ. ഈ ഇഫിരീത്തിനെ ജിന്ന് പൂജകന്മാരൊക്കെ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തി നമ്മളെ സ്വത്തൊക്കെ കൊണ്ടുപോയില്ലേ? യുദ്ധം നടക്കുമ്പം മുസ്ലിം പട്ടാളക്കാരൊക്കെ ഇഫിരീത്തിനെ കീഴ്പ്പെടുത്തി താണ്ടി കൊണ്ടുപോയില്ലേ? അറബി മനസ്സിലായില്ലേ? ഇനി ബദരീങ്ങളെ വിളിച്ചുകൂടെ ചെയ്ത്താനെ വിളിക്കാൻ ഞങ്ങളിപ്പം പറയുന്നത് അയാൾ ചോദിക്കുകയാണ്. നമ്മളെവിടെ എത്തിയെന്ന് അയാൾ ചോദിക്കുന്നു. ജിന്നിന് അദൃശ്യകാരി അറിഞ്ഞ് പ്രസംഗിച്ചോ? അഭൗതിക മാർഗത്തിലൂടെ പലരും പേടിച്ച നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടപ്പം ജിന്ന് പൂജകന്മാർക്ക് വരെ, സാത്താൻ ആരാധിക്കുന്നവർ വരെ നിങ്ങൾ ആയത്തോയി തെളിവുണ്ടാക്കുക. ഇപ്പൊ നമ്മൾ വേണ തൗഹീദ് ഏതാണ് മുജാഹിദ് വേണ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ചു തേടിയാ ഉപകാരം ചെയ്യൂല, ഇഫ്രീത്തിനെ വിളിച്ചു തേടിയാ ഉപകാരം ചെയ്യുന്ന അതാണ് കൂട്ടരെ തൗഹീദ്. കേട്ടോ, ബദരീങ്ങളെ വിളിച്ചു തേടിയാത്ത സഹായം ചെയ്യൂല, ഇഫ്രീത്തിനെ വിളിച്ചു തേടിയാത്ത. ഇതാണോ കൂട്ടരെ തൗഹീദ്? ഇതാണോ കൂട്ടരെ തൗഹീദ്? ഞങ്ങളാ ചോദിക്കുന്നത്, ഇതാണോ കൂട്ടരെ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ചു തേടിക്കൂടാ, ജിന്നുങ്ങളെ വിളിച്ചു തേടാം, ശൈത്താനെ വിളിച്ചു തേടാം. ജർമ്മനിയിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് മരുന്ന്. അതേസമയത്ത് മൊഹീദ്ദീൻ അത് മുജാഹിദിന്റെ ഇന്നേ വരെ പണ്ഡിത സംഘടനയുടെ വൈസ് പ്രസിഡന്റ് അബ്ദുസ്സലാം സുല്ലമി, ഇപ്പൊ മടവൂർ മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവ്. ഇവരെല്ലാം ഒന്നല്ലേ കമ്പനി. സക്കരിയ സലൈന്റെ ഉസ്താദാണ്. ഹുസൈൻ സലഫിന്റെ ഉസ്താദാ പറയുന്നത്. എനിക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെല്ലാം കൂടി ഇതെന്തെന്നാ പായത്? അതിനെ നമുക്ക് മനസ്സിലാക്കാം. എന്തെന്നാ ഇപ്പൊ മുജാഹിദ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പുളിക്കൽ പ്രസംഗിച്ചൂടാ, അതുപോലെ അരീക്കോട് പ്രസംഗിച്ചൂടാ, ഇവർക്ക് ഒതായി പറഞ്ഞൂടാ ഇവരെ പ്രസംഗം. കാരണം എന്താ? അവിടുത്തെ മുജാഹിദികൾക്ക് അറിയാം
എന്ത് ഇവർ മൗലവിമാരിപ്പോ എവിടെയോ എത്തി, ഞങ്ങളെ ഇങ്ങോട്ട് ഞങ്ങളെന്തോ ആയിപ്പോയി എന്ന് അവിടുത്തെ മുജാഹിദീൻ പറയാ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, മുജാഹിദീങ്ങൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാ, ഈ പരിപാടി കുണ്ടോട്ടി നേർച്ച നമ്മൾ എന്താ ബന്ധം, ഇങ്ങനത്തെ പലരും കാണിച്ച് സാധാരണക്കാരെ വശത്താക്കാൻ ശ്രമിക്കുകയാണ്. സഹോദരന്മാരെ, എല്ലാ ഖൈറും അല്ലാഹുവിങ്കൽ നിന്നാണ്, എല്ലാ ശർറും സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. കാരണങ്ങളായി അല്ലാഹു തആല പലതും വെച്ചിട്ടുണ്ട്. മരുന്ന് കാരണമാണ്, ഡോക്ടർമാർ കാരണമാണ്, എഞ്ചിനീയർമാർ കാരണമാണ്, വക്കീലന്മാർ കാരണമാണ്, ജഡ്ജി കാരണമാണ്, ഭരണാധികാരികൾ കാരണമാണ്, ആരോഗ്യമുള്ളവർ കാരണമാണ്, പണക്കാര് കാരണമാണ്, പണ്ഡിതന്മാര് കാരണമാണ്, അമ്പിയാക്കൾ കാരണമാണ്, ഔലിയാക്കൾ കാരണമാണ്, കറാമത്ത് കാരണമാണ്, മുഅ്ജിസത്ത് കാരണമാണ്. സൽക്കർമ്മങ്ങളൊക്കെയും കാരണങ്ങളാണ്. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ഇവിടെ പ്രസംഗിച്ച മൗലവി പറഞ്ഞു, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കിയിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് അത്ഭുതം കിട്ടുന്നു എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലെറിയാൻ വേണ്ടി നമ്രൂദ് തീരുമാനിച്ചിട്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് വിറക് നേർച്ചയാക്കിയവർക്കും ഫലം കിട്ടാറുണ്ട്. ഏതായാലും സിറാജുൽ ഹുദയിൽ നേർച്ചയാക്കിയിട്ട് ഫലം കിട്ടുമെന്ന് അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഇനിയിപ്പോ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കരിക്കുന്ന തീയിലേക്ക് നേർച്ചയാക്കിയതുപോലെയാണോ, അത് പിന്നെ മുസ്ലിമീങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. മുജാഹിദീങ്ങൾ ഇങ്ങനത്തെ മൗലവിനോട് പറഞ്ഞിട്ട് കാര്യവുമില്ല. കാരണം സിറാജുൽ ഹുദയിൽ പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, പിന്നെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ, പരിശുദ്ധ ഖുർആൻ, ഖുർആനിന്റെ തഫ്സീർ, സഹീഹായ ഹദീസുകൾ, സഹീഹുൽ ബുഖാരി, മിസ്കാത്ത് തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, ഇമാമിങ്ങളുടെ കിതാബുകൾ. ചെറിയ മക്കൾ, ആയിരക്കണക്കിന് മക്കൾ പഠിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ. നിസ്കാരം, നോമ്പ്, വുളു, കുളി, അതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കുന്നതും അമ്പിയാക്കളെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലെറിയാൻ വേണ്ടി കൂട്ടുന്ന തീയിലേക്ക് നേർച്ചയാക്കുന്നതും ഒരുപോലെയാണെന്ന് പറയുന്ന മൗലവി, അദ്ദേഹം നന്നാകാൻ വേണ്ടി ഇനി സിറാജുൽ ഹുദയിലേക്ക് തന്നെ നേർച്ചയാക്കിയിട്ടും ഫലമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞ വാചകം അത്രയും ഗൗരവമുള്ളതാണല്ലോ. അമ്പിയാക്കളുടെ മഹത്വം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് നേർച്ച ചെയ്യുന്നതും നബിയെ തീക്കുണ്ടാരത്തിലെറിയപ്പെടുന്ന തീയിലേക്ക് നേർച്ച ചെയ്യുന്നതും ഒരുപോലെയാണെന്നല്ലേ മൗലവി നാദാപുരത്ത് പ്രസംഗിച്ചതിന്റെ അർത്ഥം അല്ലേ? യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. സ്വർഗ്ഗത്തിൽ കടക്കുന്ന മുഅ്മിനീങ്ങൾ അവർ നേർച്ച വീട്ടുന്നവരാണ്, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ, നിങ്ങൾ നല്ല കാര്യത്തിന് എന്തു ചെലവഴിച്ചാലും എന്തു നേർച്ച ചെയ്താലും ഇന്നല്ലാഹ യഅലമുഹു, അല്ലാഹു അതറിയുന്നുണ്ട്, അവൻ അതിന് ഫലം തരും എന്ന് അല്ലാഹു പറയും. അതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. പക്ഷെ മൗലവിക്ക് അള്ളാഹുവിന്റെ കൗല് തെളിവാവൂല, അബൂജഹലിന്റെ കൗല് വേണം. അല്ലാഹു തആല കഫറൂ ബിറബ്ബിഹിം, അബൂജഹലും കക്ഷികളും അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് അതാരെങ്കിലും പറയുന്നതാണ് നാ മൗലവി പറഞ്ഞത്. മൂപ്പർക്ക് തെളിവ് വേണമെങ്കിൽ അബൂജഹലിന്റെ തെളിവ് വേണം. അബൂജഹൽ എന്തായാലും സിറാജുൽ ഹുദക്ക് അനുകൂലമായി പറയുന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. എന്താ സംഭവം? ഇനി ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം കൂടി കാണിച്ചിട്ട് നിർത്തുന്നു. എന്താ സംഗതി അറിയോ? ഞാനിവിടെ മുമ്പ് വായിച്ചില്ലേ, എന്ത് ഇവരെ നേതാവ് പ്രസിഡന്റ് പറഞ്ഞ് നിങ്ങളൊന്നും പേടിക്കേണ്ട, പടച്ചോന്റെ അടുക്കൽ ഞങ്ങളായിക്കോളൂ. അള്ളാന്റെ അടുക്കൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങളെ കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങനൊക്കെ ആയത്, ഞങ്ങൾ അവിടെ ഏറ്റെടുത്തോളൂ, പടച്ചോന്റെ അടുക്കൽ ഞങ്ങളായിക്കോളൂ, നിങ്ങൾ പേടിക്കണ്ട. അത് പറഞ്ഞ് ഞാനിവിടെ മുമ്പ് പ്രസംഗിച്ചു. കഴിഞ്ഞ പൊളിച്ചേച്ച് തന്നെ പ്രസംഗമില്ലേ, അതിൽ പ്രസംഗിച്ചു. മൗലവി 2 ദിവസം വന്നിട്ട് അതിനെ പറ്റി മിണ്ടിയോ? നിങ്ങളെ പ്രസിഡന്റ് അല്ലേ പറഞ്ഞത് പടച്ചോന്റെ അടുക്കൽ ഞങ്ങളായിക്കോളും, തെറ്റോ ശരിയോ എന്ന് നിങ്ങൾ നോക്കണ്ട. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചില്ലേ? ഒരക്ഷരം പറയാണ്ട് പാട്ടും പാടി പോയില്ലേ മൗലവി അതവർത്തുനിന്ന്? എന്നാൽ
അന്ന് ഞാൻ പുസ്തകം വായിച്ചതാ. ഇന്ന് ഞാൻ ആ പ്രസിഡന്റിന്റെ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കുന്നു, നേരിട്ട് കേൾപ്പിക്കുന്നു. അയാൾ പ്രസംഗിക്കുന്ന പ്രസംഗം ഓഡിയോ കേസറ്റ് നിങ്ങളെ കേൾപ്പിക്കുന്നു. അവരെ പ്രസിഡന്റ് TP അബ്ദുൽ ഖാദർ മദനിയുടെ പ്രസംഗം ഒന്ന് വെച്ചു കൊടുത്താൽ അവനെ പഠിച്ചോണ്ടെടുക്കാൻ അവരായിക്കോളൂ, തെറ്റോ ശരിയോ നോക്കണ്ട. ബഹുമാനായ TP അബ്ദുൽ ഖാദർ മദനി നമ്മോട് സംസാരിക്കുന്നു. നേരെ മറിച്ച് നേതൃത്വം പറയുന്നതിനെ ധിക്കരിച്ചവർ അത് പ്രവാചകന്റെ അനുയായികളുടെ മാർഗമല്ല. അത് ധിക്കരിച്ച സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ജമാഅത്തിന്, നമ്മുടെ സംഘടനക്ക്, നമ്മുടെ സംഘത്തിന്, നമ്മുടെ കൂട്ടായ്മക്ക് വലിയ അപകടകരമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമിയത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാൻ ഇവിടെ പറയട്ടെ. കേട്ടില്ലേ എന്താ പറഞ്ഞത്? തെറ്റോ ശരിയോ നോക്കണ്ട, നമ്മൾ ഏറ്റെടുത്തോളാം. അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയോ? എന്നാ അത് പ്രസിഡന്റ് പറയുമ്പോ ഞാനിതിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോ നമ്മുടെ സക്കരിയ സലാഹി പറയാം ഏറ്റെടുക്കാനോ? പ്രസിഡന്റിനോടാ പറയണ്ടേ, എന്നോടല്ല. കേട്ടോളി, അത് മൂപ്പരെ ഒന്ന് കേട്ടോളി. ഏൽക്കും. അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും. നിങ്ങളല്ലേ എന്താ പറയല്, നഫ്സി 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 നഫ്സിയാ. എന്താ അതിന്റെ അർത്ഥം? എന്റെ തടി എന്റെ തടി എന്റെ തടിന്ന് മോല്യരും ആചാരും തങ്ങളും തമ്പുരാനും ബീവിയും ഒക്കെ അവിടുന്ന് നിരങ്ങുന്നല്ലേ പറയണത്. എല്ലാരും വിലപിക്കല്ലേ, പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർ ഏറ്റെടുക്കാൻ പറ്റുമോ? وقال الذين كفروا اتبعوا سبيلنا وقال الذين كفروا للذين آمنوا اتبعوا سبيلنا ولنحمل خطاياكم وما هم بحاملين من خطاياهم من شيء وإنهم لكاذبون. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിൽ പറഞ്ഞതാണിത്. കണ്ടോ എന്താ പറഞ്ഞത്? സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ മാർഗം പിൻപറ്റിക്കോളി, നിങ്ങളെ കുറ്റങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. സഹാബികളോട് അബൂജഹലും കൂട്ടരും പറയാണ്, നിങ്ങൾ ഞങ്ങളെ മാർഗം പിൻപറ്റിക്കോളി, നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ ഒക്കെ പരലോകത്ത് നിന്ന് ഞങ്ങൾ ഏറ്റെടുത്തോളാം. TP അബ്ദുൽ ഖാദർ മദനി പാരാനിയായാണ്. നിങ്ങളെ പ്രസിഡന്റ് ആരെ പിന്തുടർന്നിട്ടാ ഇത് പറഞ്ഞത്? ആഖിറത്ത് കേരള ജമിയത്തുൽ ഉലമ ഏറ്റെടുത്തോളും, നിങ്ങൾ അവിടുന്ന് നമ്മളാണ് എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞാൽ മതി. നിങ്ങളല്ലേ പറഞ്ഞത്? അങ്ങനെ നടക്കൂല സക്കരിയ സലാഹി. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, മൗലവി പച്ചക്കള്ളം പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? എന്താ പറഞ്ഞത്? അതേ അല്ലാഹു റബ്ബാണെന്ന വിശ്വാസം, അതേ അല്ലാഹുവിലുള്ള വിശ്വാസം, അതേ അബൂജഹലിനും കൂട്ടർക്കും ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഒന്ന് വെച്ചോട്ടവനെ. മക്കയിലെ മുശ്രിക്ക് അള്ളാനെ തള്ളിയവരല്ല, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. മക്കയിലെ മുശ്രിക്ക് അള്ളാനെ തള്ളിയവരല്ല, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ബുഖാരിയിലുള്ള ഒരു സംഭവം കണ്ടോ നിങ്ങൾ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കഅബ ശരീഫിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ, ഇസ്ലാമിന്റെ ആദ്യകാലമാണ്, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന സമയമാണ് കേട്ടോ. അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത അബൂജഹലിന്റെ തൊട്ട അനുയായിയായ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് വരുന്നു. നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിന്, ഓ മുസ്ലിമേ, ആ മുശ്രിക്കുകളും നിസ്കരിച്ചു എന്നല്ലേ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല് നിസ്കരിക്കുന്ന സമയത്ത് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് വന്ന് ഒരു തുണിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലങ്ങ് ചുറ്റി രണ്ട് ഭാഗത്തും പിടിച്ച് ഫഖലഖഹു ഖലഖൻ സദീദാ, തുണി ചുറ്റിയിട്ട് രണ്ട് ഭാഗത്തും വെച്ച് പിടിച്ചു വലിക്കുന്നു. കഴുത്തിന് തുണി ചുറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നുകളയാൻ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് തങ്ങളെ കഴുത്തിൽ തുണി ചുറ്റിയിട്ട് രണ്ട് ഭാഗത്തും പിടിച്ചു മുറുക്കുകയാണ്.
فأقبل أبو بكر رضي الله عنه أبو بكر رضي الله عنه ഓടി വന്നു حتى أخذ بمنكبه ودفعه عن النبي صلى الله عليه وسلم عقبة بن أبي മുഅയ്യിത്തിന്റെ ചുമല് പിടിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് പിടിച്ചൊരുന്തു കൊടുത്തു. ഖാല എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിക്കുകയാണ്, അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞതിന് നിങ്ങളൊരാളെ കൊല്ലുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞ കാരണത്താൽ മക്കാ മുശ്രിക്കുകൾ അള്ളാന്റെ റസൂലിന്റെ കഴുത്തില് തുണിയിട്ടിട്ടപ്പുറവും ഇപ്പുറവും പിടിച്ച് കൊല്ലാൻ നോക്കുന്നു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണിത്, അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്. സഹീഹുൽ ബുഖാരിയിലെ 3856 നമ്പർ ഹദീസാണ്. നിങ്ങൾ അള്ളയാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന് ഒരാളെ കൊല്ലുകയാണോ? മൗലവി ദാദാവർത്ത് എന്ന് പറഞ്ഞത് എന്താണ്? അള്ളയാണ് റബ്ബ്. അബൂ ജഹൽ വിശ്വസിച്ചിരുന്നു, ഉഖ്ബത്ത് വിശ്വസിച്ചിരുന്നു, അറേബ്യൻ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്നല്ലേ ദാദാവർത്ത് എന്ന് മൗലവി പറഞ്ഞത്. ഇവരുടെ ഇസ്ലാം എന്താ? ഇവർക്ക് എന്ത് ഈമാൻ, എന്ത് ഇസ്ലാം, എന്ത് മതം? സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കരുത് ഇതൊരു തമാശയാണെന്ന്. നമ്മളെല്ലാം മരിക്കുന്ന ശരീരമാണ്. ഞാൻ സർവ്വ മുജാഹിദിനോടും പറയുന്നു, എല്ലാ പുത്തനാശയക്കാരോടും പറയുന്നു, മരിക്കുമെന്ന ബോധത്തോടെ ജീവിക്കണം കേട്ടോ. അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ്. അതേ, പിന്തുടരപ്പെടുന്ന നേതാക്കൾ പിന്തുടർന്ന അനുയായികൾ മാറി നിൽക്കുന്ന ഒരു സമയമുണ്ട്. അദാബിനെ കണ്ട സമയമാണ് കേട്ടോ. എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുപോയി. ഞങ്ങൾ മുജാഹിദാണ്, കേരള ജമിയത്തുൽ ഉലമ മൗലവിമാർ ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞാലൊന്നും അവിടെ രക്ഷപ്പെടൂല. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا. അവിടെ വെച്ചാണ് അനുയായികൾ പറയുന്നത്, അല്ലാഹ് പറ്റിയല്ലോ, അബദ്ധം പറ്റിയല്ലോ. ഇവിടെ വെച്ച് ഞങ്ങൾ പിന്തുടർന്ന ഞങ്ങളെ നേതാക്കന്മാർ ഒഴിഞ്ഞു മാറുന്നത് പോലെ ഞങ്ങൾക്കൊന്നൊഴിഞ്ഞു മാറാൻ വേണ്ടി ഞങ്ങൾക്ക് ദുനിയാവിലേക്കൊരു മടക്കമുണ്ടെങ്കിൽ തരക്കേടില്ലായിരുന്നു. കദാലിക യുരീഹിമുല്ലാഹു അമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ. അല്ലാഹു പറയുന്നു, പിഴച്ച ആശയങ്ങളും വിശ്വാസങ്ങളുമായി അബൂജഹലിന്റെ ആശയങ്ങളുമായി പോയിട്ടുള്ള കക്ഷികളുണ്ടല്ലോ, അവരതാ ഖേദിച്ചു പോയി. അവരെ പ്രവർത്തനങ്ങൾ നഷ്ടത്തിലാണെന്ന് ബോധ്യപ്പെട്ടു പോയി. അവര് നരകത്തിൽ തന്നെ. ഓ ചെറുപ്പക്കാരെ, നാളെ നേരത്തെ തന്നെ വന്നോളൂ. ഒരുപാട് വിഷയം സംസാരിക്കാനുണ്ട്. ഒരുപാട് രസാവഹമായ ഒരുപാട് സീഡികൾ നിങ്ങൾക്ക് കാണിക്കാനുമുണ്ട്. ഞാനിപ്പോൾ നിർത്തുന്നു. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് സഹോദരിമാരോട് പറയുന്നു, മരിക്കണം കേട്ടോ. ഈ പാവപ്പെട്ട ഞാനും മരിച്ചു പോകും, നിങ്ങളും മരിച്ചു പോകും. ഇവിടെയുള്ള അന്തസ്സും അഭിമാനവും ഒന്നും നിലനിൽക്കുന്നതല്ല. ഇവിടെയുള്ള വാഹനങ്ങൾ വാഹനങ്ങളല്ല, ഇവിടെയുള്ള വീടുകൾ വീടുകളല്ല, ഇവിടെയുള്ള സുഖങ്ങൾ സുഖങ്ങളല്ല. അല്ലേ, ഒരു ദിവസം പോകാനില്ലേ യാത്ര? പോകുന്ന സമയത്ത് ഈമാനങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ എന്തെല്ലാം സംഗതികളാണ് ഈ മൗലവിമാര് പറയുന്നത്. എറിയപ്പെട്ട മൃഗത്തിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ പരിശുദ്ധ ദീനിൽ നിന്ന്, ഈമാനിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവസാനം ഈമാനില്ലാതെ അങ്ങ് മരിച്ചു പോയാൽ, ഇസ്ലാമില്ലാതെ അങ്ങ് വിട പറഞ്ഞു പോയാൽ കൈകടിച്ചിട്ട് കാര്യമുണ്ടോ? ഖബറിൽ കിടക്കാനില്ലേ? നരകാഗ്നിയില്ലേ? പച്ച മനുഷ്യന്മാരെ കത്തിക്കപ്പെടുന്ന നരകം, കരിങ്കല്ല് കത്തിക്കപ്പെടുന്ന നരകം, അവിടെ വെച്ച് കൈകടിച്ചിട്ട് കാര്യമുണ്ടോ?
സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുസ്ലിമേ, നീ മുജാഹിദിന്റെ പള്ളിയിൽ പോയി ജുമാ ബാത്തിലാക്കണ്ട. നീ മുജാഹിദിന്റെ സ്ഥാപനത്തിൽ കുട്ടികളെ നിന്റെ മക്കളെ നീ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കണ്ട. ഉറച്ചു നിന്നോ, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഇസ്ലാം ദീനിൽ ഉറച്ചു നിന്നോ. ഈ കാര്യം ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർറാഹിമീനായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹനീയ ഹദ്റത്തിൽ നീ എത്തിക്കണം റഹ്മാനേ.